പേടി കൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്നത്. ന്യൂക്ലിയർ വാർ വെപ്പൺസ് ഉള്ളതുകൊണ്ട് പേടിയുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ആയല്ലോ എല്ലാം. നിങ്ങൾക്ക് ആരായിട്ട് തീരണം. ചിലർ പോലീസുകാരനാണ്, ചിലർ മാന്ത്രികനാണ്, ചിലർ ഡോക്ടർ ആവണം എന്നൊക്കെ പറയുന്ന പോലെ ഇദ്ദേഹം പറഞ്ഞു ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് എന്റെ ആഗ്രഹം ഒരു മരണം, സുഖകരമായിട്ടുള്ളൊരു മരണം. അതുപോലെ എനിക്ക് തോന്നിയ നമുക്ക് പറയാൻ പറ്റാത്ത ചില മനുഷ്യബന്ധങ്ങളുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഇത് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരിക്കലും വൈകാരികമായിട്ട് വർക്കാവില്ല. വൈകാരികമായിട്ട് വർക്കാവില്ല എന്ന് വെച്ചാൽ ജീവിതമായിട്ട് ബന്ധമില്ല എന്നതിന്റെ അർത്ഥം. ഈ അഭയാർത്ഥികളുടെ പ്രശ്നത്തില് അവരുടെ മണ്ണല്ല എന്നുള്ളൊരു ഉള്ളിലൊരു തോന്നൽ അവർക്കുണ്ട്. ഇത് തലമുറകളോളം നിലനിൽക്കും ചെയ്യും. പുതിയ പിള്ളേർ കുറച്ചുകൂടി ഇന്റർനാഷണൽ ആണ്. അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മൾ ചെറുപ്പത്തില് ഡൽഹി പോയിരുന്ന അത്ര അകലം അവർക്ക് ഇന്ന് കാനഡ ആയിട്ടില്ല. ഇല്ല, ആളുകളോട് നമുക്കൊരു ഒരു എന്താ പറയാ ഒരു എതിർപ്പോ വെറുപ്പൊക്കെ കുറഞ്ഞു വരും. മനുഷ്യരല്ലേ. അതെ. നമ്മള് തപോമയുടെ അച്ഛൻ ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ ഇപ്പൊ ഒരു നോവലുകളുടെ നല്ല കാലം എന്ന് പറയാവുന്ന ഒരു സമയമാണ്. ധാരാളം നോവലുകൾ വരുന്നു, പലതരം നോവലുകൾ വരുന്നു, പല സ്ഥലത്തു നിന്നുള്ള നോവലുകൾ വരുന്നു, പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ നോവൽ എഴുതുന്നു, നമ്മൾ ഇതുവരെ എഴുതാത്ത ആളുകൾ നോവൽ എഴുതുന്നു. ആ സമയത്താണ് തപോമയുടെ അച്ഛൻ വരുന്നത്. ഞാനത് വായിച്ചു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട നോവലാണ്. ഞാൻ ആദ്യം തന്നെ വിളിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തായിരുന്നു. ഞാനത് പ്രതീക്ഷയോടെ ഇരുന്ന നോവലാണ്. ആ പ്രതീക്ഷയ്ക്ക് ചേർന്ന രീതിയിൽ അത് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. എന്നോട് വായിച്ച പലരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എനിക്കിതിനകത്ത് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് ഒരുപാട് പേരുടെ കഥയാണ്, അതേസമയം തന്നെ ഒരാളുടെ കഥയാണ്. ആ ഒരാളെന്ന് പറഞ്ഞാൽ തപോമയല്ല, തപോമയുടെ അച്ഛനാണ്, ഗോപാൽ ബറുവ എന്ന് പറഞ്ഞ ആളാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിലോട്ട് വരുന്നത് എന്നൊന്ന് പറയാം. ഈ നോവലിന്റെ ഒരു തുടക്കം ഏതാണ്ട് 2019 19 എൻ്റെ കയ്യില്, നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കുറച്ച് തീമുകൾ ഉണ്ടാവില്ല. അതിൽ 2 തീമുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ജ്ഞാനഭാരത്തിന്റെ തീമായിരുന്നു, ഒന്ന് ഈ തപോമയുടെ അച്ഛൻ്റെ തീമായിരുന്നു. ഒരിക്കൽ ഒരു സുഹൃത്ത് കൽക്കത്തയിൽ വന്നപ്പോൾ, ഞാൻ കൽക്കത്തയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു ഡിസംബർ മാസത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ പോയി, ഒരു ശാന്തിനികേതനിൽ പോയി. ഈ 2 കഥകളും ഏതാണ്ട് വിശദീകരിച്ച് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു 2 തരക്കിടില്ല, എഴുതാവുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിങ്ങനെ എഴുതിയില്ല. പക്ഷേ ജ്ഞാനഭാരം എഴുതി. ഇതിൻ്റെ ഒരു 1-2 അധ്യായങ്ങളൊക്കെ ഇങ്ങനെ എഴുതി പോകുന്നു. അപ്പോൾ 2ലും നമ്മൾ അക്കാലത്ത് ചെയ്തിരുന്ന ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില വളരെ പ്രായമുള്ള ചില ആളുകളെ നിരീക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കുറച്ച് പ്രായമുള്ള പുറത്തുള്ളവരും ഒക്കെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ പൂനെയിൽ ഇരിക്കുമ്പോൾ ഒരു വലിയ സ്റ്റേഡിയത്തിന്റെ മുമ്പിലായിരുന്നു ഞങ്ങളുടെ ജോലിയുള്ള ചെയ്യുന്ന സ്ഥാപനം. അവിടെയും വലിയ ക്യാമ്പസാണ്. ഞാനൊരു അക്കാഡമിക് ലെവലിലായിരുന്നു അവിടെ. അപ്പൊ ഞാൻ അവിടെ നടക്കാൻ മുമ്പ് വളരെ വയസ്സായിട്ടുള്ള ഒരാൾ ഇങ്ങനെ വരും. 80 വയസ്സിന് മുകളിൽ ഒരു ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സീനിയർ പൊസിഷനിൽ. അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ചെറു കുട്ടികളുടെ ഭയങ്കരമായ കളികളും, അതുപോലെ തന്നെ സ്കേറ്റിങ്ങിന് വലിയ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നമ്മയൊക്കെ അങ്ങനെ അമ്പരപ്പിച്ചുകൊണ്ട് പോവും ഇവർ, കുട്ടികളിങ്ങനെ പോവും. അപ്പോൾ നമ്മളെ ഒരു മിഡിൽ ഏജിലേക്ക് വരണം. അദ്ദേഹം പ്രായമുള്ളതായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വേഗതയൊക്കെ വളരെയധികം അമ്പരപ്പിക്കുന്ന തരത്തിലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ മനുഷ്യന്റെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞു. ഒരാളിപ്പോ നമ്മളോട് ചോദിക്കണം, ചെറിയ കുട്ടികളായിരിക്കും ചോദിക്കില്ലേ, നിങ്ങൾക്ക് ആരായിട്ട് തീരണം. ചിലർ പോലീസുകാരനാണ്, ചിലർ മാന്ത്രികനാണ്, ചിലർ ഡോക്ടർ ആവണം എന്നൊക്കെ പറയുന്ന പോലെ ഇദ്ദേഹം പറഞ്ഞു ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് എന്റെ ആഗ്രഹം ഒരു മരണം, സുഖകരമായിട്ടുള്ളൊരു മരണം. എന്താ അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആള് പറയുന്നത് ഈ ആശുപത്രിയിലൊന്നും പോയി മരിക്കുക ഒന്നും എനിക്ക് താല്പര്യമില്ല. ICയിലൊക്കെ ഇട്ട് വലിയ കുഴലൊക്കെ വെച്ച് അങ്ങനെ മരിക്കും. അപ്പൊ ഒരു ലെവലിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു പ്രതീക്ഷയാണ്. വേറെ ഒന്നും ചെയ്യാനില്ല, മക്കളൊക്കെ പുറത്താണ്. ഇപ്പൊ മിക്കവാറും കേരളത്തിൽ ഇപ്പൊ ഈ ഒരു കാലഘട്ടമാണ്, അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. അപ്പൊ ഈ വലിയ പ്രായമുള്ള മനുഷ്യരെ എങ്ങനെ നമ്മളങ്ങനെ നിരീക്ഷിക്കുക, അപ്പൊ അവരുടെ കഥകൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കൊരു താല്പര്യം വരാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തപോമയി ബറുവുണ്ട്. അത് തന്നെ പറയുന്നുണ്ട്. അത് ഈ തപോമയി ബറുവ അപ്പോൾ കൽക്കത്തയിൽ എങ്ങനെ വെച്ചാൽ, ഞാൻ ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് എൻ്റെ ചുമതലയാണ്. അപ്പോൾ CMDയുടെ ചുമതല ഡിപ്പാർട്ട്മെന്റാണ്, CMD സെക്രട്ടേറിയറ്റ് എന്ന് പറയും. അപ്പൊ ഈ അങ്ങേര് നല്ല ജോലിക്കാരാണ്, നല്ല സൗമ്യനായിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ ഇയാൾ വരുമ്പോൾ കുറച്ച് വൈകും, ഒരു 10:30 ആവും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുക എന്താണ് ഇങ്ങനെ, വലിയ തിരക്കുള്ള ചിലപ്പോൾ സമയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആളാണെങ്കിൽ ആൾ വരാതെ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആൾ പറയും ഇങ്ങനെ അച്ഛനെ എല്ലാം കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരാ, അമ്മ മരിച്ചുപോയി. അപ്പൊ അച്ഛനും മകനും മാത്രമേ ഉള്ളൂ. ഇവരാണ് ബുദ്ധിസ്റ്റുകളാണ്, ബംഗാളി, കിഴക്കൻ ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ബീഹാറിലേക്കുള്ള അങ്ങനെയുള്ള ഒരു വേറെ രീതിയിൽ അവരെന്നെ അഭിപ്രായപ്പെടുന്ന പോലെ അവർ
ഒറിജിനൽ ബുദ്ധിസ്റ്റുകളാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ മനസ്സിലിങ്ങനെ തപോമയുടെ അച്ഛൻ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇതിങ്ങനെ വന്നപ്പോ കുറച്ച് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ തപോമയുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ ഞങ്ങള് ഈ ഇദ്ദേഹത്തിന്റെ വീട് അടുത്തുള്ള കോളേജ് സ്ട്രീറ്റ് ആണ്, അവിടെ ഏറ്റവും പുസ്തകങ്ങൾ, അതിന്റെ പിന്നിലാണ് വീട്. പക്ഷെ വീട്ടിലല്ല, അവിടെ ഒരു മഹാബോധി വിഹാരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്. പുസ്തകങ്ങളാണ്. അതിന്റെ അടുത്ത് തന്നെ ഒരു ഭാഗത്തായിട്ട് ഈ മഹാബോധി വിഹാറുണ്ട്. അത് ബംഗാളിലെ ബുദ്ധിസ്റ്റുകളുടെ പോലെ പ്രധാനപ്പെട്ട ഒരു ഒത്തുചേരണ സഭയാണ്. അപ്പൊ ഈ നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള ഈ 16 നടത്തുന്ന പോലെ അവരൊരു സംഭവം നടന്നു ഈ മരിച്ചതിന് ശേഷം. അപ്പൊ ഞങ്ങൾ അവിടെ പോയി പൂജ അർപ്പിക്കണു. അപ്പോൾ ബുദ്ധിസ്റ്റ് ഇപ്പോൾ പ്രാർത്ഥനകൾ വരുന്നുണ്ട്. അവർ മത്സ്യമൊക്കെ കഴിക്കണം, മത്സ്യമൊക്കെയാണ് നിവേദിക്കുന്നത്. അത് ഉണക്ക മത്സ്യം അതൊക്കെ വെച്ചാൽ ഉണക്ക മത്സ്യം നിവേദിക്കാണ്. നമുക്ക് അത്ഭുതം തോന്നും നോക്കുക, അങ്ങനെ ബുദ്ധിസം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എൻ്റെ ഓഫീസിൽ വേറൊരു ബുദ്ധിസ്റ്റും കൂടി ഉണ്ട്, ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരാൾ. അവരെയും കൂടെ എല്ലാവരും കൂടി ഞങ്ങൾ അവിടെ പോയി. അപ്പൊ ഈ ചടങ്ങുകളൊക്കെ കണ്ടു. തപോമയുടെ അച്ഛൻ മരിച്ചു. പിൽക്കാലത്ത് ഈ കഥയിലേക്ക് ഞാൻ അപ്പോൾ കൽക്കത്തയിലെ സ്വഭാവം ചെയ്ത് ഒരുപാട് അഭയാർത്ഥികൾ വന്നിട്ടുള്ളത് 70കളിൽ നമുക്ക് അറിയാവുന്ന അഭയാർത്ഥി. അതിനു മുമ്പ് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്തുള്ള അഭയാർത്ഥികൾ 2 വിഭജനം ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പൊ കൽക്കത്തയിൽ ഒരുപാട് അഭയാർത്ഥികൾ വരുന്നത് ഈ ക്ലൈമറ്റിന്റെ അഭയാർത്ഥികളാണ്. അത് പല ദ്വീപുകളിൽ നിന്നൊക്കെ, ഈ സുന്ദർബൻസിൽ പോലെ ദ്വീപുകളിൽ നിന്നൊക്കെ വരുന്ന അഭയാർത്ഥികളുണ്ട്. അപ്പൊ പലതരത്തിലുള്ള അഭയാർത്ഥി പ്രശ്നങ്ങളുമായിട്ട് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥ കൽക്കത്തയിലുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മൾ ഇത് ആലോചിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ചില ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളെ പറ്റി വായിക്കുന്നു. അപ്പൊ ഈ അഭയാർത്ഥികളുടെ പ്രശ്നം എവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇതിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പൊ നമ്മളെ പോലെ ഈ റോഹിംഗ്യക്കാരുടെ കാര്യം വിട്ട അവർ വളരെ പാവപ്പെട്ട മനുഷ്യരാണ്. പക്ഷെ നമ്മളിപ്പോ പുറത്ത് യൂറോപ്പിലൊക്കെ അഭയാർത്ഥി കേന്ദ്രത്തിലൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പോലെ 10-5 വരെ ജോലി ചെയ്തവരും മിഡിൽ ക്ലാസ്സുകാരായിട്ടുള്ള സാധാരണ മനുഷ്യരാണ് ഈ അഭയാർത്ഥികളായിട്ട് വരുന്നത്. ഇപ്പൊ സിറിയയിൽ നിന്ന് ഓടിപ്പോരുന്നവരും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ളവരും ഇങ്ങനെയുള്ള ആളുകൾ മുഴുവൻ ഗ്രീസിൽ ആദ്യം വന്നിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ പതുക്കെ ഏറ്റവും നല്ല സ്ഥലങ്ങൾ നോക്കി സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ വരെ പോവാണ് യൂറോപ്പിൽ. ഇവർ പല സ്ഥലത്തും സെറ്റിൽ ആവുന്നുണ്ട്. പക്ഷെ ഇവരാരും ഇരിപ്പുറയ്ക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അഭയാർത്ഥികളുടെ പ്രശ്നത്തിൽ അവരുടെ മണ്ണല്ല എന്നുള്ളൊരു ഉള്ളിലൊരു തോന്നൽ അവർക്കുണ്ട്. ഇത് തലമുറകളോളം നിലനിൽക്കും ചെയ്യും. അതൊരു പ്രശ്നം. വേരുകളൊന്നും ഉറക്കുന്നില്ല ഇവർക്ക് ആർക്കും. അടുത്ത തലമുറ വലിയ ട്രോമ അനുഭവിക്കും. ഇവരച്ഛന്മാരുടെ സ്ഥലമല്ല. അവിടെ ചെന്ന് തിരിച്ചു പോയപ്പോ ഇന്ത്യക്കാര് ഇന്ത്യയിൽ തിരിച്ച് കുടിയേറ്റക്കാരെ കാര്യം ആലോചിച്ചാൽ മതി. അവർ തിരിച്ചു വന്ന ഇന്ത്യക്കാരല്ല, അവിടെ ഉറച്ചിട്ടില്ല. ഈ ഒരു വലിയ സങ്കീർണത അവരുണ്ട്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ച് വരുമ്പോൾ ഞാൻ വളരെ വിശദമായിട്ട് ചില ലേഖനങ്ങൾ വായിക്കുന്നുണ്ട് ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളെ പറ്റിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു അഭയാർത്ഥി പ്രശ്നം കഥ പറയലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു മനുഷ്യ ജീവിതത്തിന്റെ കഥ പറയണം. സങ്കീർണ ഒരു മനുഷ്യ പ്രശ്നം എന്ന് പറഞ്ഞതിന്റെ പരസ്യം കൊടുക്കുന്ന പോലും എനിക്ക് അഭിപ്രായമില്ല. നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് ഒരു മനുഷ്യന്റെ പ്രശ്നമാണ്. മനുഷ്യൻ എന്നൊരാളുടെ അച്ഛൻ, ആ ശീർഷകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിങ്ങനെ ഒരു വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. തന്നെയല്ല ഈ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതിപ്പോ എവിടെ വേണമെങ്കിൽ സംഭവിക്കാം. നമ്മളൊരു തെറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു നിസ്സഹായമായിട്ടുള്ള അവസ്ഥയുണ്ട്. അത് തിരുത്താൻ പറ്റാതിരിക്കുന്നു ജീവിതത്തിൽ. തന്നെയല്ല അത് ആരോടും പറയാനും പറ്റും. പറഞ്ഞാൽ ആ മനുഷ്യബന്ധങ്ങൾ ഇല്ലാതാവും. അയാൾ പ്രിയപ്പെട്ടതായി കണക്കാക്കുന്ന പല ബന്ധങ്ങളും അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതെങ്ങനെ ആവിഷ്കരിക്കും? സ്വയം മനസാക്ഷിയോട് പോലും പറയാൻ പറ്റാത്ത അത്ര നിസ്സഹായാവസ്ഥ വരും. അതിനാണ് ഇയാള് ആരോടും പറയാതിരിക്കാൻ തരത്തിലുള്ള, അത് ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ തീരുന്നു പറയും. എഴുതിയത് ആരെങ്കിലും കണ്ടാലോ, പ്രത്യേകിച്ച് വയസ്സാവും തോറും ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു വന്നു. അപ്പൊ ആരും വായിക്കാത്ത ഒരു ലിപി ഇദ്ദേഹം കണ്ടുപിടിക്കുക, അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യാനുള്ള അങ്ങനെ ഒരു പലതരത്തിലുള്ള ഭാഗങ്ങളിൽ നിന്ന് വരികയും ഒരു കഥയിലേക്ക് അതിനെ പ്രക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹരീഷ് ഒരു വായനക്കാർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വിജയിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പൊ ഈ നിസ്സഹായത എന്ന് പറഞ്ഞ കാര്യം ഇതിനകത്ത് ഗോപാൽ ഗുരുവിക്ക് മാത്രമല്ല ഉള്ളത്. സുമനൊക്കെ ഉണ്ട്, ശ്യാമളുടെ അയാൾക്കുണ്ട്, തപോമയ്ക്കുണ്ട്, പ്രവീണയ്ക്കുണ്ട്. എല്ലാവരിലും തന്നെ നിസ്സഹായത എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിരിക്കുന്ന മറ്റുള്ള നോവലിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്ന ഒരു കാര്യം, അങ്ങനെ മനുഷ്യാവസ്ഥയോടുള്ളൊരു സഹതാപങ്ങളുള്ള സമീപനമുണ്ട് ഇതിനകത്ത്. എല്ലാ മനുഷ്യാവസ്ഥകളും സഹതാപം അർഹിക്കുന്നതാണ് എന്നൊരു സമീപനം ഇതിനകത്തുണ്ട്. അങ്ങനെ എഴുതുന്ന നേരത്തെ അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആലോചിക്കുന്നില്ല. പക്ഷെ അങ്ങനെ വരുമ്പോ നമ്മളെ അത് മൊത്തത്തിലൊരു നല്ല ചിന്തയിലെത്തിക്കും. അത് സാഹിത്യത്തിൽ എത്തിക്കുന്ന ഒരു സാധനം. ഒരു ആകത്തുക മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ ഒരു ആകത്തുക നന്മ തന്നെയാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും മനുഷ്യരിലുള്ളൊരു സ്വാർത്ഥതയൊക്കെ ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.
അയാൾക്ക് നിലനിൽക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിലിപ്പോ പ്രവർത്തിക്കുന്ന അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയണ്ടല്ലോ ഒരു ബറ്റാലിയൻ ഓഫ് ഇഡിയറ്റ്സ് വേണം ലോകം നന്നാക്കാൻ ആ നോവലിൽ പറയുന്നുണ്ട്. കാരണം ഈ ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, 1945 നമ്മുടെ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. മില്യൺസ് മരിച്ചു പോയിട്ടുണ്ട്. കോടിക്കണക്കിന് ആളുകൾ റഷ്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും യഹൂദന്മാർ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്. ഈ 45 ശേഷം ലോകത്തിലെ സാഹിത്യത്തിൽ അതിഭയങ്കരമായിട്ടുള്ള രചനകൾ, മഹത്തായ ഒരുപാട് രചനകൾ യുദ്ധത്തിനെതിരായിട്ട് വരുന്നു. സിനിമകൾ എല്ലാ ചലച്ചിത്രമേളയിലും 2-3 സിനിമകളെങ്കിലും ഈ നാസികളുടെയും ഓഷ്വിറ്റ്സും ഒക്കെ വെച്ചുകൊണ്ടുള്ള വരുന്നുണ്ട്. കഴിഞ്ഞ തവണ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനും ഇപ്പൊ സിറിയൻ, ലബനീസ് അങ്ങനെയുള്ള അഭയാർത്ഥികള് കുറച്ച് പേര് പോയറ്റ്സ് വന്നിട്ട് ചർച്ചയുണ്ടായിരുന്നു നമ്മുടെ ഈ തിരുവനന്തപുരത്താണോ കോഴിക്കോടോ ഓർമ്മ, തിരുവനന്തപുരത്ത്. അപ്പോൾ അവിടെ ഉണ്ടായിപ്പോ നമ്മൾ ചോദിച്ചു, അപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ആ സമയത്ത് അങ്ങനെ വിഷമിക്കുന്ന, കാരണം ഈ പറയുന്ന ചർച്ച ചെയ്യുന്ന കവികളുടെ സഹോദരന്മാർ മരിച്ചു പോയിട്ടുണ്ട്, അമ്മയും അച്ഛനൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, അംഗഭംഗം സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു വലിയ. അപ്പൊ നമ്മള് ചോദ്യം ഇതാണ്, 45 തൊട്ട് ഏതാണ്ട് 80 കൊല്ലമായി. ഇപ്പോൾ 80 കൊല്ലം വേൾഡിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഇതിനെതിരായിട്ട് വന്നു. ആർട്ട് വന്നു, സിനിമകൾ വന്നു, ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളിലും യുദ്ധങ്ങൾക്കെതിരെയുള്ള കലാകാരന്മാരുടെ പ്രതികരണങ്ങളുണ്ടായി. ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും യുദ്ധം നടക്കണം നിരന്തരം. അപ്പൊ ആർട്ട് ഫെയിൽ ആവണില്ലേ എന്ന് ചോദിച്ചവരോട്. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ചോദ്യം ശരിയാണ്, ഉത്തരമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനൊരു എതിരഭിപ്രായമുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ആർട്ട് പ്രയോജനം ഇല്ലായിരിക്കാം, പക്ഷെ എങ്കിലും ഈ 1940 നടന്ന അവസ്ഥക്കാരെ ലോകം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം അന്ന് യുദ്ധം ചെയ്ത രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ അവരൊന്നിച്ചു. പിന്നെ യുദ്ധങ്ങൾ സത്യത്തിൽ ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിലാണ്, ഏറ്റവും കുറഞ്ഞ കാലഘട്ടം ഉറപ്പായിട്ടും. പാലസ്തീൻ നടക്കുന്നുണ്ട്, അസർബൈജാനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ പോലും ഏറ്റവും കുറഞ്ഞ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തീർത്ത് പ്രയോജനം ഇല്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പേടി കൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്നത്. ന്യൂക്ലിയർ വാർ വെപ്പൺസ് ഉള്ളതുകൊണ്ട് പേടിയുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ആയല്ലോ, എല്ലാം ലോകം ഒന്നായി. ഒരു യുദ്ധം നടന്നാൽ അത്രയും ബിസിനസിനെ ബാധിക്കും, കച്ചവടത്തെ ബാധിക്കും. പക്ഷെ ഏറ്റവും വലിയ ആയുധ കച്ചവടം ഉണ്ട്. ആയുധ കച്ചവടം വേറെ ശരി, അത് നടക്കുന്നുണ്ട്. പക്ഷെ അല്ലാത്ത ബിസിനസ്സുകളെല്ലാം ബാധിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, കുറച്ചുകൂടെ. അത് കലയുടെ ഒന്നും ഫലമായിരിക്കില്ല, അതൊന്നല്ല. പക്ഷെ എന്തെങ്കിലും അങ്ങനെ ആണെങ്കിൽ നല്ലത്. പക്ഷെ എപ്പോഴും നമുക്ക് ചിന്തിക്കാനാകാത്ത തരത്തിലുള്ള ദുഷ്ടതകൾ നടക്കുന്നുണ്ടല്ലോ. അത് ഭയങ്കരമായിട്ട് മനുഷ്യൻ ഒന്നാകുന്ന ഒരു പ്രവണത കുറച്ചുകൂടെ ആയി വരുന്നുണ്ടെന്നായിരിക്കും ആ കാലം. അതില് വേറൊരു സംശയം, ഇപ്പൊ 40കളിലൊക്കെ നമുക്ക് ഇപ്പോ ലോകത്ത് ഏറ്റവും വലിയ ചിന്തകര്, ഇപ്പോൾ ആൽഡസ് ഹക്സ്ലി അല്ലെങ്കിൽ ബർട്രൻഡ് റസൽ, മഹാത്മാഗാന്ധി, അങ്ങനെയുള്ള ലോകത്തിലെ എല്ലാവരും അത്ഭുതപ്പെടുത്ത ചിന്തകരൊക്കെ ഇങ്ങനെ വളരെ യുദ്ധങ്ങൾക്കും അതുപോലെ തന്നെ സങ്കുചിതത്വങ്ങൾക്കും. ഇപ്പൊ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ദേശീയവാദിയായിരുന്നു, പക്ഷെ ഒട്ടും സങ്കുചിതനായിട്ടുള്ളൊരു ദേശീയവാദിയാണ്. ബംഗാളി ആത്മീയതനെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്, പക്ഷെ ലോക പൗരൻ. അങ്ങനെ ഒരുപാട് ലോക മനുഷ്യരുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ വീണ്ടും ഈ പഴയ മതങ്ങളിലേക്കും പഴയ ദേശീയതയിലേക്കൊക്കെ തിരിച്ചു പോകുന്ന പോലെ ഒരു തോന്നുന്നില്ലേ? പക്ഷെ എനിക്കത് തോന്നിയിട്ടുള്ള കാര്യം, ഇത് അണയാൻ പോകുന്നത് ഈ ആളെ എത്തുന്ന പോലെ മതത്തിന്റെ പ്രാധാന്യം ഇപ്പം ഈ അല്ല ദേശീയതയുടെ പ്രാധാന്യം ഏറ്റവും പുതിയ തലമുറ വല്ലാതെ കുറഞ്ഞു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവര് പുതിയ പിള്ളേർ കുറച്ചുകൂടി ഇന്റർനാഷണൽ ആണ്. അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മൾ ചെറുപ്പത്തില് ഡൽഹി പോയിരുന്ന അത്ര അകലം അവർക്ക് ഇന്ന് കാനഡ ആയിട്ടില്ല, അങ്ങനെ ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. വാർത്തകളായി ഇത് വരുന്നുണ്ടെന്നുള്ളതല്ലാതെ ഒരു പരിധി കൂടുതൽ. പക്ഷെ എന്നാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വലിയ ഇതുണ്ടല്ലോ, ദേശീയതയെ പറ്റിയുള്ള വലിയ അഭിമാനം, അത് പ്രത്യേകിച്ചും വിദേശത്ത്. അതെ, അതാണ് അതിന്റെ ഏറ്റവും രസകരമായിട്ട് കാര്യം. കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ പോയിട്ടുള്ള മനുഷ്യരാണ് അവിടെ ചെന്ന് ദേശീയതയെ പറ്റിയും. അവന്റെ അടുത്ത തലമുറ ഇന്ത്യക്കാരനാകത്തില്ല. പക്ഷെ അങ്ങനെയുള്ള അതെന്താണ് അവിടെ എത്തുമ്പോഴേക്കും ഒരു ദേശീയബോധം കയറണമെന്ന് ഇങ്ങനെ തോന്നാറുണ്ട്. പോസിറ്റീവായ ദേശീയബോധം അല്ലേ? പക്ഷെ അത് അടുത്ത തലമുറ മാറുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതിനകത്തോട്ട് പിന്നെ വന്നാൽ ഇതിനകത്ത് ഈ തമോമയുടെ അച്ഛനകത്ത് ഈ സ്ഥലം ഭാഷ ഇത് വളരെ പ്രധാനമാണ്. ഈ സ്ഥലം ഇതിനകത്തുള്ളത് ഏതാണ്ട് 3 രാജ്യങ്ങൾ, ബർമ്മ, ബംഗ്ലാദേശ്, ഇന്ത്യ. ഈ 3 രാജ്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് സ്ഥലം. അതുപോലെ ഭാഷയുടെ കാര്യം വരുമ്പോഴത്തേക്കും സ്ഥലത്തോട്ട് നമുക്ക് പിന്നെ വരാം. ഈ നമ്മൾ ഒരു നോവൽ എഴുതുന്ന മലയാള ഭാഷ എന്തായിരിക്കണം എന്നൊരു പ്രശ്നമുണ്ട്. ഇതിൽ സംസാരിക്കുന്നത് മുഴുവൻ ഹിന്ദിയോ ഇംഗ്ലീഷോ ആണ് സംസാരിക്കുന്നത്, പക്ഷെ എഴുതേണ്ട ഭാഷ മലയാളമാണ്, ആണല്ലോ. നമുക്ക് ഇവിടുത്തെ ഒരു തൃശ്ശൂർ ഭാഷയോ കോട്ടയം ഭാഷയോ സ്ലാങ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ എങ്ങനെയാണ് മറികടന്നത് ആ പ്രശ്നത്തെ? അതേസമയം ഇതൊരു
സ്വാഭാവികമായിട്ട് തോന്നുകയും വേണം. സാഹിത്യ ഭാഷ നമുക്ക് അധികം ഉപയോഗിക്കാനും പറ്റില്ല. അതിനെ എങ്ങനെയാണ് അത് മറികടന്നത്? അതിന് ആകെയുള്ള ഒരു പണി നമ്മളൊരു മാനക മലയാളം ഉപയോഗിക്കുക, സ്റ്റാൻഡേർഡ് മലയാളം ഉപയോഗിക്കുക, അല്ലാതെ നിവർത്തിയില്ല. കാരണം ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ നിൽക്കാം, ഇപ്പൊ തപോമയി ഹിന്ദിയിൽ മറുപടി പറഞ്ഞു എഴുതാൻ നമുക്ക് പറ്റില്ല. അത് പറ്റില്ല. അപ്പൊ ഒരു സ്വാഭാവികമായിട്ട് ഒരു അച്ഛനും മകനും അല്ലെങ്കിൽ അച്ഛനും ഒരു സുഹൃത്തും നമ്മൾ സംസാരിക്കുന്ന പോലെ നമുക്കൊരു സ്വാഭാവിക മലയാളം എഴുതി വെക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഖസാക്കിന്റെ ഇതിഹാസം പാലക്കാടൻ ഭാഷയിൽ എഴുതുന്നു, അല്ലെങ്കിൽ മീശ ആലപ്പുഴ കുട്ടനാട് ഭാഷയിൽ എഴുതുന്നു. അത് നമുക്ക് മനസ്സിലാവുള്ളൂ. പുറത്തുള്ളവർക്ക് അത് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഇതിന് വേറെ തരത്തിലൊരു എളുപ്പമുണ്ട്. ആ ഒരു പാരതന്ത്ര്യം നമുക്കില്ല ഇതില്. പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തന്നെയല്ല, ചില സ്ഥലത്ത് ഞാൻ മനഃപൂർവ്വം ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സായന്തൻ സെൻഗുപ്ത എന്ന് പറയുന്ന ഒരാൾ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുള്ളൂ. ഒരുതരം ബട്ട്ലർ ഇംഗ്ലീഷാണ് അയാൾ ഉപയോഗിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലര് വിവർത്തനം ചെയ്തുകൂടെയും ചോദിച്ചു. അപ്പൊ വിവർത്തനം ചെയ്താൽ ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ അതാണ്, അതായത് ഈ ബംഗാളി റിനസൻസിന്റെ കാര്യം, നവോത്ഥാനത്തിന്റെ മിക്കവാറും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷുകാരെ അനുകരിക്കലായിരുന്നു. ഒരു ബട്ട്ലറാണ്. അപ്പൊ ഒന്നുകിൽ ഇംഗ്ലീഷ് ആംഗ്ലിക്കൻ ചർച്ചിലേക്ക് മാറുക, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരെ പോലെ പറയാം ഭദ്രലോകം എന്ന് പറയുന്നതിന്റെ തുടക്കം ഇതായിരിക്കും. അപ്പൊ അത് വെക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഉപയോഗിച്ചത്. ഈ മാനക ഭാഷ അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് ഏതാണ്ട് കോട്ടയം സ്ലാങ്ങിലോ പാലക്കാട് സ്ലാങ്ങിലോ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊന്ന് ആ നോവലിനെ മലയാളി അപ്പൊ തന്നെ നിരാകരിക്കുന്നു ഈ സംഭവം. ഈ പറയുന്ന സ്ഥലം അതായതുകൊണ്ട്, അതെ അതെ, ഇടപെടുന്ന ആളുകളും അതായതുകൊണ്ട്. അതെ അതെ. അപ്പൊ എനിക്ക് തോന്നി വേറെ സ്ഥലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് മലയാളി നോവലുകളിൽ നല്ല പങ്ക്, ശ്രദ്ധിക്കപ്പെട്ട നോവലുകളിൽ നല്ല പങ്കിന്റെ സ്ഥലം പുറത്താണ്, കേരളത്തിന് പുറത്താണ്. പല നോവൽ, ഇപ്പൊ ആരാച്ചാർ, ആനന്ദിന്റെ ആടുജീവിതം, അങ്ങനെ ഒരുപാട് നോവൽ, മുകുന്ദന്റെ പറഞ്ഞ നോവൽ, സ്ഥലം പുറമെയാണ്. മലയാളി ഒരുപക്ഷെ ഇത്രയും വേറൊരു ഭാഷയിലും അങ്ങനെ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. വേറെ സ്ഥലത്ത് നമ്മള് പുറത്തു പോകാൻ ഇഷ്ടമുള്ള, നമ്മൾ പുറത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായത് കൊണ്ടായിരിക്കും. പക്ഷെ മിക്കവാറും ഈ പറഞ്ഞ നോവലുകളില്, ആനന്ദിന്റെ നോവലുകളില് അങ്ങനെ മുഴുവൻ പറയാൻ പറ്റില്ല. ബാക്കിയുള്ള നോവലുകളിൽ മിക്കവാറും മലയാളികൾ തന്നെ ആരാച്ചാര് ഉണ്ടാവില്ല. പക്ഷെ അല്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതേസമയം ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ അങ്ങനെ പോകുന്ന നോവലുകളിൽ ഉദാഹരണത്തിന് ഡൽഹിയെ കുറിച്ച്, നമ്മൾ ഡൽഹിയിലെ കഥ പറയാണ്, ജയ്പൂരിലെ കഥ പറയാം. നമുക്ക് ചെയ്യാവുന്ന ഒരു എളുപ്പ വഴിയുണ്ട്. അവിടുത്തെ സ്ഥലങ്ങളുടെ പേരുകൾ പറയുക, അവിടുത്തെ തെരുവുകളുടെ പേര് പറയുക, അവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് പറയുക. അപ്പൊ നമുക്കൊരു പെട്ടെന്ന് ഒരു ആധികാരികത ഉണ്ടാകും. അപരിചിതമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഇപ്പം തൃശ്ശൂരിനെ കുറിച്ച് പറയുന്ന പോലെ അല്ല നമ്മൾ ജയ്പൂരിനെ കുറിച്ച്. ഓരോ വാചകത്തിനും പുതുമയുണ്ട്. അവിടുത്തെ ആഹാരത്തെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ശീലങ്ങളെ കുറിച്ച് പറയുമ്പോൾ പുതുമയുണ്ട്. പക്ഷെ ഇതിന് ആ രീതി ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതിനകത്ത് സ്ഥലങ്ങളുടെ പേര് അപൂർവമായിട്ട് പറയുന്നുള്ളൂ. അവിടുത്തെ കൾച്ചറിന്റെ കാര്യം അപൂർവമായിട്ട് പറയുന്നുള്ളൂ. കുറച്ചുകൂടെ മനുഷ്യരിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്നത്. അത് മനഃപൂർവ്വം ചെയ്തൊരു പരിപാടിയാണ്. അങ്ങനെയല്ല. ഇപ്പൊ ഹരീഷ് പറയുമ്പോഴാണ് ഞാൻ അതിനെ ആലോചിക്കുന്നത്. ശരിയാണത്. പിന്നെ ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ കഥയിലായാലും നോവലിലായാലും ചില സ്ഥലങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു രസമുള്ള കാര്യം, ഈ നോവൽ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു ജനുവരി അവസാനമൊക്കെ ആയിട്ടാണ് അത് എഴുതുന്നത്. എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറെ 4-5 കൊല്ലമായി ഡൽഹിയിൽ പോയിട്ട് ഒന്നും കൂടി ഒന്ന് പോകണം. ഡൽഹിയിലെ കുറെ ഭാഗങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അത് തന്നെയല്ല, പഴയ ഡൽഹിയിൽ പോകണം. അവിടുത്തെ ഈ വളരെ ഇങ്ങനെ നോവൽ ഉപയോഗിച്ച മെലിഞ്ഞ തെരുവുകളിലൂടെ പോകണം എന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് ഞാൻ നമ്മുടെ മലയാളി അസോസിയേഷന്റെ രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞപ്പോൾ ആള് അവിടെ വരാൻ പറഞ്ഞു. അപ്പൊ ആള് ചെയ്തൊരു കാര്യം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചാന്ദിനി ചൗക്കിൽ ഇറങ്ങണം, എന്നിട്ടൊരു ഓട്ടോറിക്ഷക്കാരനെ വിളിക്കുന്നു. എന്നിട്ട് അവനോട് പറയണം, നിനക്കും റിക്ഷയ്ക്കും മാത്രം പോകാവുന്ന ഒരു തെരുവിലൂടെ പോവാ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പുറകിലിരുന്നു. ഇവൻ സൈക്കിൾ റിക്ഷ ചവിട്ടുന്നു. വളരെ നമുക്ക് ഒരിക്കലും സഞ്ചരിക്കാൻ പറ്റാത്ത അതിലൂടെ എങ്ങനെയൊക്കെ വണ്ടി എടുത്ത് പോകുന്നു. അപ്പൊ ഈ തെരുവിലെ പേരുകൾ നമുക്ക് വായിക്കേണ്ട നോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പ്രസക്തല്ല. നമ്മൾ ഈ പോകുന്നത്, ഈ തെരുവ് ഇവരുടെ ജീവിതത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോ ഏത് പേരായാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരു തെരുവ്. പിന്നെ അങ്ങനെ ഈ ഇതിൽ പറയുന്ന തരത്തില് ആൽമരങ്ങളൊക്കെ മൂടിയിട്ടുള്ള ഒരു വീട് എന്നുള്ളത് കൽക്കത്തയിൽ വളരെ എളുപ്പമാണ് കണ്ടെത്താൻ. അതെന്താ വെച്ചാൽ പലതും കേസിൽ പെട്ട് കിടക്കുക. അപ്പൊ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിയിൽ നിന്ന് അതിപ്പോ 10 കൊല്ലം കഴിയേണ്ട സിവിൽ കേസൊന്നും തീരില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ ആരൊക്കെയാണ് ഇതിന്റെ ഉടമസ്ഥരെന്നൊന്നും അറിയില്ല, എവിടെയുള്ളതെന്നും അറിയില്ല. പല കിഴക്കൻ ബംഗാളിലുണ്ടാവും, അമേരിക്കയിലുണ്ടാവും, കാനഡയിലുണ്ടാവും. അങ്ങനെയാണ്. ഇവിടെ ഡൽഹിയിൽ അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തൽ കുറവാണ്, ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനതൊരു പ്രത്യേക സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ആളുകൾക്ക് ഒബ്ജക്ട് ചെയ്യാം, അങ്ങനെ ഒരു സ്ഥലം അവിടെ ഇല്ല.
പക്ഷെ നമ്മുടെ ഭാവനയിൽ അങ്ങനെ കൊടുക്കാമല്ലോ, നോവലിൽ ഭാവനയാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയാതിരുന്നാണ്. പക്ഷെ ഇങ്ങനെ ഒരു നിരീക്ഷണം ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ എനിക്ക് രസകരമായിട്ടാ തോന്നിയത്. അതെ, അപ്പൊ നമുക്കത് കുഴപ്പമില്ല. എന്നാൽ ചില സ്ഥലങ്ങൾ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മയൂർ വിഹാർ ചില്ല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതായത് ഈ തപോമയി ബറുവ, തപോമയുടെ അച്ഛനും തപോമയും കൂടിയിട്ട് വൈകുന്നേരങ്ങളിൽ സൈക്കിൾ ചവിട്ടി പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള വയൽ പ്രദേശങ്ങൾ. ഇത് ഡൽഹി സംസാരിക്കും. ഇത് ഒരു 10-30 കൊല്ലം മുമ്പാന്ന് വിചാരിക്കുക അങ്ങനെ അല്ലെ. അപ്പൊ പക്ഷെ ദില്ലിയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കില്ല, പക്ഷെ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നേരെ അവിടെ ചെന്ന്, ഇപ്പോ അവിടെ ചില സുഹൃത്തുക്കളുണ്ട്, ഇപ്പോ മാതൃഭൂമി ചാനലിലൊക്കെ ഉള്ള അനൂപിനെ കൂടെ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആള് പറഞ്ഞു കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ട് മയൂർ വിഹാറിൽ, നമുക്ക് അവിടെ പോവാം. അവിടെ ഞങ്ങളൊരു ഒരു വൈകുന്നേരം പോയി യമുന അങ്ങനെ വളരെ നിശ്ചലമായിട്ട് മലിനമായതുകൊണ്ട് ഒഴുകാത്ത ശരിക്കും പാടങ്ങൾ, കടുക് പാടങ്ങളൊക്കെ ഉണ്ട് അവിടെ, ചെറിയ ചെറിയ കുടിലുകൾ. കാരണം അതൊന്നും വേറെ രീതിയിൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇൻഡസ്ട്രിക്ക് കൊടുക്കാനായിട്ട് ഗവൺമെന്റ് അനുവാദമില്ല. നമ്മുടെ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് പറ്റി. അപ്പൊ അവിടുത്തെ ചില സ്ഥലങ്ങളുടെ പേരൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നല്ലാതെ പൊതുവെ കാര്യമായിട്ട് ഉപയോഗിച്ചു. കാരണം ഞാൻ ഈ നോവൽ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അത് തന്നെയല്ല ഈ ബർമ അല്ലെങ്കിൽ കൽക്കട്ട അല്ലെ ബംഗ്ലാദേശും നമ്മൾ പോയിട്ട് തന്നെയില്ലല്ലോ. ഇല്ല, പേര് അതിർത്തി പ്രദേശങ്ങളാണ് പറയുന്നത്. റോഹിംഗ്യ ഒന്നും പറയുന്നില്ല. അതിർത്തി പ്രദേശങ്ങളാണ് നമ്മൾ വരുന്നത്. അതിർത്തി പ്രദേശങ്ങൾ 1-2 സ്ഥലങ്ങൾ നമ്മൾ പേര് ഇല്ല, ദ്വീപുകൾ എന്ന് പറയുന്നത് മനസ്സിലാവും. അത് കൽക്കത്തയുടെ ഒരു അത് വേറെ വിധത്തിലെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ വേഗം തന്നെ ചുരുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ സാങ്കേതികമായിട്ട് ചില തെറ്റുകൾ വന്നിട്ടുണ്ടാവും. നോവലിൽ നമ്മൾ അങ്ങനെ പല ഉപയോഗിക്കുന്നുണ്ടല്ലോ, അങ്ങനെ നന്നായെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം, കുറച്ച് സന്തോഷ് കുമാർ എഴുതുമ്പോൾ ഒരു പ്രത്യേകതയായിട്ട് അടുത്ത കാലത്ത് കൂടുതലായിട്ട് വന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ സിനിമാ ഭാഷ വന്നാൽ വൈഡ് വെക്കാതെ കുറച്ച് ക്ലോസിലോട്ട് പോകുന്നുണ്ട് ക്യാരക്ടേഴ്സിലേക്ക്. അത് കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിലേക്ക് പോകുന്നുണ്ട്, അവരുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അല്ലാതെ അവരുടെ ചുറ്റുപാട് വർണ്ണിക്കുകയല്ല ചെയ്യുന്നത്, അകത്തേക്ക് പോകുന്നുണ്ട്. അത് മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ലേ ഈ നോവലിന്റെ ഇതിനു വേണ്ടി? ആണ് തന്നെയല്ല. പക്ഷെ എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ഇഷ്ടമുള്ളൊരു രചനാ രീതി അതാണ്. പക്ഷെ അത് ഒരുപക്ഷെ അന്ന് നമ്മുടെ ഒരു പക്വത കുറവുണ്ടോന്ന് എത്തിക്കൊള്ളുന്നില്ല. ഒരു 2000 നമ്മൾ എഴുതിയൊക്കെ തുടങ്ങിയ ഒരു 10-16 വർഷത്തിന് ശേഷം മനുഷ്യരുടെ ജീവിതമായിട്ട് ബന്ധമുള്ള കുറച്ച് നീണ്ട കഥകൾ ഞാൻ എഴുതി. കഥകൾ, നോവലുകൾ എന്നൊക്കെ പറയാം. കുന്നുകൾ നക്ഷത്രങ്ങൾ, ചിദംബര രഹസ്യം, മുസോളിയം, മറ്റൊരു വേനൽ, ഇതൊക്കെ അടുപ്പിച്ചെഴുതിയ ഒരു 1-1.5 കൊല്ലത്തിനുള്ളിൽ എഴുതി. അത് സ്ത്രീ പുരുഷ ബന്ധങ്ങളില് അത്തരം രചനകൾ എഴുതാനാണ് എനിക്ക് സത്യത്തിൽ താല്പര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മനുഷ്യരുടെ സങ്കീർണതയാണല്ലോ. അപ്പൊ ഈ നോവലിലൊക്കെ എത്തുമ്പോഴത്തെ വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരു കാലം നമ്മൾ കടന്നു വന്നു, നമ്മുടെ ഒരു പ്രായം മാറി, നമ്മൾ ഈ പറഞ്ഞ പോലെ അച്ഛനും കുടുംബസ്ഥനൊക്കെ ആയിട്ട് മാറിയുള്ള ഒരു അനുഭവം, ഒരു കുറെ കാലത്തിന്റെ ഒരു പരിചയം നമ്മളും കടന്നുകൊണ്ട്. അതിന്റെ ആത്മകഥ എഴുതല്ല എങ്കിൽ പോലും ഇത് നമ്മൾ കുറെ ആളുകളെ കാണുന്നു, അപ്പൊ അവരെ മനസ്സിലാക്കുന്നു. ആളുകളോട് നമുക്കൊരു എന്താ പറയാ, ഒരു എതിർപ്പോ വെറുപ്പൊക്കെ കുറഞ്ഞു വരും. മനുഷ്യരല്ലേ, അതെ മനുഷ്യരല്ലേ. അപ്പൊ അവര് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ വിട്ടുകളയും, പോട്ടെ വേറെ. കാരണം നമ്മളെ അതേപോലെ ആളുകൾ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ മാറി നിന്ന് നോക്കാനുള്ള ഒരു ശ്രമം അതായിരിക്കണം. അത് ബോധപൂർവ്വം ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ നോവലിന്റെ അവസാനം ഒരു വൈകാരികത ഉണ്ട്. വൈകാരികത സാധാരണ ഇത്തരം എന്താ പറയുന്നത് പാനിന്ത്യൻ വിഷയങ്ങൾ ഇത് പലപ്പോഴും ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധനം വൈകാരികത. കാരണം നമ്മുടെ മലയാളിക്ക് അത്ര അടുപ്പമില്ലല്ലോ. ആനന്ദന്റെ നോവലുകൾ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പലപ്പോഴും എനിക്ക് ആ വൈകാരികത അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. ശരിയാണ്. പക്ഷെ വായനക്കാരെന്നുള്ള രീതിയിൽ എനിക്ക് പലപ്പോഴും അത് ഇഷ്ടമാണ്. ജീവിതം കുറച്ച് വൈകാരികത വേണം, ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ നോവൽ അങ്ങനെ വരുന്നുണ്ട്. ആളുകളെ നമ്മൾ തീരെ വൈകാരികതയൊക്കെ ഉപേക്ഷിച്ച് വേണം, വളരെ ബുദ്ധിപരമായിട്ട് വേണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, ശരിയായിരിക്കാം, അങ്ങനെയുള്ളത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇതൊക്കെ മനുഷ്യ ജീവിതമാണല്ലോ നമ്മൾ ബന്ധപ്പെടുന്നത്. എന്തൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, എത്ര ഫിലോസഫി പറയുകയാണെങ്കിലും ജീവിതം എന്നുള്ള ഒരു കാര്യം. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ വരുമ്പോൾ കണ്ട ഗോർബച്ചേവിന്റെ ഡോക്യുമെന്ററി, വെർണർ ഹെർസോഗ് എടുത്ത ഗോർബച്ചേവിന്റെ ഡോക്യുമെന്ററി, റഷ്യ തകർന്നു പോകുന്ന ദിവസങ്ങൾ എല്ലാം കഴിയണം. അദ്ദേഹത്തോട് ചോദിക്കാണ്, ഭയങ്കരക്ക് വളരെ മനോഹരമായ ഒരു കുടുംബ ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് റൈസ എന്ന് പറയുന്ന ഭാര്യ. അയാൾ അവസാനം വരെ സാധാരണ ഗതിയിൽ അങ്ങനെ നിൽക്കണമെന്നല്ല. അപ്പൊ പക്ഷെ ഈ ഭാര്യ ഇയാളെക്കാൾ മുമ്പ് മരിച്ചുപോയി.
അപ്പോൾ ചോദിക്കും ഇപ്പൊ ഇയാള് അവസാന ഘട്ടത്തിൽ ഒരു വലിയ സാമ്രാജ്യം അതെ, വലിയ സാമ്രാജ്യം തകർത്തു എന്ന് പറയുന്ന ഒരു ആരോപണം നേരിടുന്ന സകല ഇടതുപക്ഷ ആളുകളെക്കൊണ്ടും ഇടതുപക്ഷക്കാരാലും വെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ, വേറെ രീതിയിൽ അങ്ങനെയുള്ള ഒരു വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. അതിനുശേഷം ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങള് ഭാര്യ മരിച്ചു പോയപ്പോൾ കൂടുതൽ ഏകാന്തത ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ എൻ്റെ ജീവിതം ആ ദിവസം എടുത്തു മാറ്റപ്പെട്ടത്, ഞാൻ ഇല്ലാതായി എന്നാണ് പറയുന്നത്. അതൊരു വൈകാരിക സന്ദർഭമാണ്. അപ്പൊ മനുഷ്യനിലേക്ക് ഇപ്പൊ നിങ്ങൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു ഫോക്കസ് ചെയ്യാണ് ഇയാളുടെ ജീവിതത്തിലേക്ക്, വേറെ രീതിയിലേക്ക്. മനുഷ്യർ വേണമല്ലോ, പ്രത്യേകിച്ച് 10-70 കൊല്ലം അച്ഛനും അമ്മയും ഇല്ലാതെ എല്ലാവരെയും കൊന്നു കളഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യത്വത്തിന്റെ പതനം ഏൽപ്പിച്ചു എന്ന് പറയുന്ന ആൾക്ക് വൈകാരികമായിട്ടൊരു ജീവിതം ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ആള് വിഷമിക്കുന്നുണ്ട്, ഇങ്ങനെ വലിയൊരു സാമ്രാജ്യം തകർന്നു പോയതിനെ പറ്റിയിട്ടൊക്കെ വിഷമിക്കുന്നുണ്ടല്ലോ. അപ്പൊ വൈകാരികതയെ നമുക്ക് അങ്ങനെ നിഷേധിക്കാനായിട്ട് പറ്റില്ല എന്ന് എനിക്ക് ക്ലാസിക്കുകൾ പലതും അങ്ങനെ തന്നെയല്ലേ. കൈറോസ് ശരിയാ. കൈറോസിനെക്കാളും നമുക്ക് വൈകാരിക തോന്നുന്നതും ഇഷ്ടം തോന്നുന്നതും നോട്ട് ആ റിവർ എന്ന് പറഞ്ഞത് കിട്ടാത്തൊരു ബുക്കുണ്ട്. അതിന്റെ കൂടെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നൊരു ബുക്ക്. പലപ്പോഴും നല്ല വായനക്കാർ ഞാൻ സംസാരിച്ചവർക്ക് ഇഷ്ടപ്പെട്ട ആ ബുക്ക് കൂടുതൽ വൈകാരികമായിട്ടുള്ള വൈകാരികം, മറ്റേത് അത്ര വൈകാരികമല്ല. പൊളിറ്റിക്സും ഒക്കെ വന്ന് വേറൊരു തരത്തില്. അപ്പൊ ആൾക്കാർക്ക് രാഷ്ട്രീയവും ചരിത്രമൊക്കെ ഇഷ്ടമാണെങ്കിൽ പോലും അത് മനുഷ്യജീവിതമായിട്ട് ബന്ധിപ്പിച്ചാൽ മാത്രമല്ലേ ആൾക്കാർക്ക് അതിനകത്ത് അത്ര തന്നെയുള്ളൂ. നമ്മള് ഒരു മനുഷ്യ ജീവിതം ഇപ്പൊ നമ്മൾ വേറെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാല് നമ്മളൊരു തെരുവിലൂടെ നടന്നു പോകുന്നു, കാഴ്ചകൾ കാണും. ഈ കാഴ്ചയായിരിക്കണം ഒരുപക്ഷെ ചരിത്രം, നോവൽ എഴുതുമ്പോൾ. അല്ലാതെ നമുക്ക് അനുഭവിക്കുന്ന നമ്മളെല്ലാം ഏൽപ്പിക്കപ്പെടുന്ന ആഘാതങ്ങളൊക്കെ ആവും. അല്ലാതെ ചരിത്രം എഴുതുകയാണെന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനെ ആവാം. അങ്ങനെയുള്ള ചില നോവലുകളൊക്കെ ഉണ്ട്, വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള നോവലുകളുണ്ട്. അതെ, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു എങ്കിലും അതില് വൈകാരികത ഉണ്ടെന്നേ, ഒരുപാട് വൈകാരികത, ജീവിതത്തിന്റെ തകർച്ചകളും ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ ഉണ്ട്. ഇതിനകത്ത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ചില മുഹൂർത്തങ്ങള്, സുമന്ന ഗോപാൽ ബറുവ പ്രണയം, അത് ഭയങ്കര രസമായിട്ട് വർക്കായിരുന്നു എനിക്ക് തോന്നുന്നു. അതായത് അവരുടെ ആദ്യകാലത്ത് ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന സമയത്ത്, പിന്നെ സുമന്ന വിവാഹിതയായ ശേഷം ഇവരുടെ ആ ദ്വീപില്, സുന്ദർബൻ ദ്വീപില്, ആ ദ്വീപിന്റെ അന്തരീക്ഷം അത് പറയാതെ തന്നെ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതായത് ആ വലിയ ചെടികൾ ചെറുതായിട്ട് വളരുന്നത്. ഞാനൊരു കഥയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റേ അവസാനം ജനങ്ങളെ പോലെ അതല്ല, ഇത് വ്യാഘ്രവധുവിലൊരു പുലി പിടിച്ചു പോയ, അത് വേറൊരു വിഷയമാണ്. അപ്പം അത് നന്നായിട്ട് വർക്കായിരുന്നു. ഈ സുന്ദർബനുമായിട്ട് അടുത്ത പരിചയം അല്ല, സുന്ദർബൻ സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു 4 ദിവസം യാത്ര, ഞാൻ കൽക്കത്തയിൽ നിന്നൊക്കെ പോകുന്നതിന് ശേഷം പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു യാത്രയ്ക്ക് പോയിട്ട്, അപ്പോൾ ഭാഗ്യവശാൽ ഒരു 3-4 ദിവസം അവിടെ തങ്ങാനുള്ള അവസരം കിട്ടി. തന്നെയല്ല, ഞാൻ നമ്മുടെ പ്രശസ്ത പത്രപ്രവർത്തക സുചിത്ര ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു യാത്രയിൽ. അപ്പോൾ മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ ഞങ്ങൾ രാവിലെ ഒരു തർജ്ജമക്കാരനെയും കൂടി വിളിച്ചിട്ട്, സുചിത്രയ്ക്ക് നല്ലോണം ഹിന്ദി അറിയാം, മറ്റേ ഈ ഗ്രാമത്തിലുള്ള പലർക്കും ഹിന്ദി അറിയില്ല, ബംഗാളി. അപ്പോൾ ഒരു പയ്യനെയും കൂടി വിളിച്ച് അവൻ എന്നോട് ഹിന്ദിയിൽ പറയും, ഹിന്ദിയിൽ നിന്ന് ഇവൻ ബംഗാളിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ പല ആളുകളെ പോയി കണ്ടു. പല വീടുകളിലും ഈ പുലി പിടിച്ചു കൊണ്ടുപോയ ആളുകളുടെ വിധവ എന്ന് പറയാൻ നമുക്ക്, അവരില്ല എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവര് നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ കാണും, ചിലവരെ കൈയൊക്കെ പോയത്, അങ്ങനെയുള്ള കുറെ, അതാണ് നമ്മൾ ആ കഥയിൽ എഴുതുന്നത്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണാനായിട്ട് അത് ഞാനൊരു പശ്ചാത്തലം അതിൽ വെച്ചു എന്നുള്ളൂ. ഇപ്പൊ ഹരീഷ് പറഞ്ഞ ആ കഥ ഒരു കാര്യം കൂടി ഞാനിപ്പോൾ അതിലൊരു ചേർക്കാന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാല് നമ്മൾ ഈ വൈകാരികതയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ നോവൽ എഴുതിയിട്ട് ആദ്യത്തെ ഡ്രാഫ്റ്റ് എടുക്കുമ്പോൾ ഗോപാൽ ബറുവയുടെ ഡയറി നമ്മളൊരു റിപ്പോർട്ടർ സ്പീച്ച് ആയിട്ട് എഴുതി വരണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഗോപാൽ ബറുവ ഇങ്ങനെ പോന്നു, അല്ലെങ്കിൽ അദ്ദേഹം തോണിയിൽ ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകുന്നു. അങ്ങനെ വന്നപ്പോ ഞാനിത് എഴുതി കഴിഞ്ഞു ഞാൻ തന്നെ വായിക്കുമ്പോൾ ഇത് ഈ പറഞ്ഞൊരു പ്രശ്നം വരും. ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അതന്നെ, ഒരു തേർഡ് പേഴ്സൺ കാണുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചത് ഒരിക്കലും വൈകാരികമായിട്ട് വർക്കാവില്ല. വൈകാരികമായിട്ട് വർക്കാവില്ല എന്ന് വെച്ചാൽ ജീവിതമായിട്ട് ബന്ധമില്ല എന്നതിന്റെ അർത്ഥം. വേറെ രീതിയിൽ നമുക്ക് അങ്ങനെയുള്ള വർക്കുകൾ ഉണ്ടാവും, ഞാൻ ഇത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഈ പ്രശ്നം, ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ നോവലിലെ പ്രശ്നം വർക്കാവില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാല് ഈ ഡയറി എഴുതുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലാക്കി, അതായത് ഫസ്റ്റ് പേഴ്സണില് കഥ പറയാം. ഉത്തമ പുരുഷനില് ഗോപാൽ ബറുവ കഥ പറയുന്നത്, അതിനിടയ്ക്ക് മറ്റേയാളുടെ പറച്ചിലുകളും വരുന്നുണ്ട്. അത് ബോറാകുമോ, പിന്നെ ആ കഥ പറയില്ല. അപ്പൊ ഇടയിൽ ലൈഫ് മാറുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മള്
സിനിമയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണല്ലോ അത്. പല ഷോട്ടുകൾ മാറ്റി വെച്ചും പല സീനുകൾ മാറ്റി വെച്ചും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അടുപ്പുണ്ടല്ലോ, അത് നമ്മൾ തേർഡ് പേഴ്സണിൽ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതായിരിക്കും ഇതിപ്പോ അങ്ങനെ വർക്ക് ചെയ്യാൻ കാരണം, ഈ വൈകാരികമായിട്ട് നമുക്കൊരു ബന്ധം വരാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ബറുവായിട്ട് എന്തോ ബന്ധം ഒന്നും തോന്നില്ല. അപ്പൊ അയാളുടെ കഥ പറയാൻ തുടങ്ങി. അപ്പൊ പിന്നെ അങ്ങനെ പല നോവലുകളിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ. അത് നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നത് ചില നമുക്ക് പറയാൻ പറ്റാത്ത ചില മനുഷ്യബന്ധങ്ങളുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഇത് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഈ ശ്യാമളുടെയും സുമനയായിട്ടുള്ള ബന്ധം ശരിയാണ്. നമുക്ക് ഒരിക്കലും എന്തുകൊണ്ട് സുമന അയാളെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഉത്തരമില്ല. കാരണം അവളുടെ വീട്ടില് അവൾക്ക് ആദ്യം അയാളെ ഇഷ്ടമില്ലായിരുന്നു. അമ്മയായിട്ടുള്ള അടുപ്പത്തിൽ ഒരാള്, ഒരുപാട് പ്രായം കൂടിയ ആള്, അവൾക്ക് ഓൾറെഡി വേറൊരു പ്രണയം ഉണ്ടായിരുന്നു. എന്നിട്ടും പിൽക്കാലത്ത് അയാളാണ് അവൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആള്. അയക്ക് വേണ്ടിയാണ് ഗോപാൽ വർമ്മയെ അയാള് തള്ളി പറയുകയല്ല. അതൊരു അസാധാരണമായ ബന്ധമില്ലായിരുന്നു. സാധാരണ ബന്ധമാണ്. പിന്നെ വേറെ സ്ത്രീകളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരോട് സംസാരിച്ച് അവർ പറയുന്നത്, അവരൊക്കെ ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കുന്ന ആളുകളോട് അവർക്കൊരു വലിയ ഇതുണ്ട്. അതായത് വളരെ സുമുഖനായ ഒരാൾ, കരുത്തനായ, ലൈംഗികമായ വലിയ പ്രസക്തിയുള്ള ആളെന്നൊക്കെ വിചാരിക്കും. അവരെക്കാൾ ഉപരി ഇതിലെ അവർക്കൊരു രക്ഷിതാവിൻ്റെ റോളും കൂടി ആവശ്യമുണ്ട്. പുരുഷനിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടെന്നല്ല, പക്ഷെ ഈ സുമന പോലത്തെ ഒരാൾ ആദ്യം വെറുക്കെങ്കിലും പിന്നീട് ഇയാളുടെ മാനസികമായിട്ട് വളരെ നന്മയുള്ള മനുഷ്യനാണ് ഈ ശ്യാമൾ ബർവ. ഇയാള് ഈ പറയുന്ന ഗോപാലിനോടും വളരെ സ്നേഹമുള്ള ഒരാൾക്ക് അറിയില്ല, ഇയാളുടെ ഒരു താല്പര്യങ്ങൾ അറിയില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട്. വിക്കനാണ്, മുടന്തനാണ്, ഭംഗിയില്ലാത്ത ഒരാളാണ്. എങ്കിൽ പോലും യഥാർത്ഥത്തിൽ മാനസികമായിട്ട് വളരെ സുന്ദരനായിട്ടുള്ള മനുഷ്യനാണ്. മനസ്സിൽ വലിയ സൗന്ദര്യമുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവൾക്ക് ഇഷ്ടപ്പെട്ടു വന്നത് എന്ന് വെച്ചിട്ട് സുമന ഗോപാലിനെ വെറുക്കുന്നില്ല. സത്യത്തിൽ ഒരു ഘട്ടത്തിൽ ഒരിക്കലും അത് ദ്വീപിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലോ. ഒട്ടും വെറുക്കുന്നൊന്നുമില്ല. സ്ത്രീക്ക് അങ്ങനെ ഒരു വലിയ മാനസിക വിസ്തൃതിയുള്ള ഒരാളാണ് സ്ത്രീകള്. അമ്യൂസ്മെന്റ് പാർക്ക് മുതൽ അച്ഛൻ വരെ എല്ലാം ഞാൻ വായിച്ചതാണ്. അപ്പൊ എന്താണ് ഇതിനെ കുറിച്ച് തോന്നുന്നത്? ഇത് ഒരുപാട് മാറ്റങ്ങൾ എഴുത്തുകാരെല്ലാം ഉണ്ടായിട്ടുണ്ട്. ചില എഴുത്തുകാര് അവരെഴുതുന്ന തുടക്കം മുതൽ അവസാനം വരെ ഏതാണ്ട് ഒരേ തരത്തിൽ എഴുതി പോകുന്ന എഴുത്തുകാരുണ്ട്. അത് മോശമായിട്ടറിയാം, ഇപ്പൊ നല്ല. പക്ഷെ സന്തോഷ് കുമാറിന്റെ എഴുത്തില് എനിക്കൊരു വളർച്ച ഭാഷയിലും ഇത് കഥ പറയുന്ന രീതിയിലും പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും എനിക്ക് തോന്നുന്നുണ്ട്. അമ്യൂസ്മെന്റ് പാർക്ക് വളരെ നല്ല നോവലൊന്നും അല്ലായിരുന്നു. ഇന്നത്തെ സമയത്ത് നമുക്ക് വായിക്കാവുന്ന കുഴപ്പമില്ലാത്തൊരു നോവലാണ് ആ പ്രായത്തിൽ. അതിൽ നിന്ന് ഒരുപാട് മാറ്റം ഈ നോവലുണ്ട്. ഇത് വേറെ തരത്തിലെ മലയാളത്തിലെ വളരെ മികച്ച നോവലൊന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വരവിനെ ഈ നമ്മൾ കടന്നുപോയ കാലത്ത് എങ്ങനെയാണ് നടന്നത്, എഴുത്തിന്റെ ഒരു കാലം? അത് അതിന് പല കാരണങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ചില വിഷയങ്ങൾ എഴുതാൻ നമ്മൾ ചില ജീവിതത്തിൽ ചില കടമ്പുകൾ കടന്നു പോകണം. അതായിരിക്കും നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാനൊരു 30 വർഷമായിട്ട് കഥ എഴുതുന്നു, അല്ലെങ്കിൽ ഒരു 26 വർഷമായിട്ട് മുഖ്യധാരയിൽ കഥ എഴുതുന്നു. ഇപ്പോൾ മുഖ്യധാര മാസികകളിൽ കഥ എഴുതണമെന്ന്. ഇപ്പൊ 98 എഴുതിയ ചില കഥകൾ ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ പരിക്കുകളില്ലാതെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ 2000 എഴുതിയ സങ്കടമോചനത്തിലെ കൈ പുസ്തകം, അല്ലെങ്കിൽ ഇപ്പൊ 3 അന്ധന്മാർ ആനവിരിക്കുന്നു 2001 എഴുതി. ആ കഥകളൊക്കെ വേണമെങ്കിൽ ഇപ്പോഴും എൻ്റെ ഒരു കളക്ഷനിൽ ഉപയോഗിക്കാവുന്ന കഥകൾ തന്നെയാണ്. പക്ഷെ നോവൽ ഇപ്പോൾ ഹരീഷ് പറഞ്ഞ വളരെ കൃത്യമാണ്. ഞാനിപ്പോ പഴയ നോവലുകൾ എടുത്തു വായിക്കാനായിട്ട് എനിക്ക് ഒരു അന്ധകാരഴിയല്ല ഞാൻ പറഞ്ഞ, ഈ അമ്യൂസ്മെന്റ് പാർക്ക് പോലെയുള്ള ഇപ്പം ചിലപ്പോൾ ഞാൻ തന്നെ വായിച്ചു എന്ന് വരില്ല. ഈ അന്ധകാരഴി തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പൊളിറ്റിക്സ് ഉപയോഗിക്കാൻ ശ്രമിച്ചു. നമ്മൾ ചില വായനകളിലൂടെ കടന്നു. നമ്മൾ ലോകത്തിലെ എല്ലാ സാഹിത്യവും നമ്മൾ വായിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ മിനിമം കൈറോസ് വായിക്കുന്നുണ്ട്. കൈറോസ് വായിക്കുമ്പോൾ അതിലുള്ള സങ്കീർണമായ ജീവിതബന്ധം അതിലുണ്ട്. 19 വയസ്സുള്ള ഒരാള് 53 വയസ്സുള്ള ഒരു ആളെ സ്നേഹിക്കുന്നു. പിന്നെ ഞാൻ ഈ കൈറോസിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൈറോസിൽ പറയുന്ന ജർമ്മനിയിലും അതുപോലെ യൂറോപ്പിലുള്ള കുറെ സ്ഥലങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ പറയുന്ന പ്രത്യേക പാലങ്ങള്, അതുപോലെ തന്നെ സബ്വേ, ചില മ്യൂസിയങ്ങള്, പള്ളി, കൊളോൺ പള്ളി, ഇതൊക്കെ വളരെ അടുപ്പം കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറെ പല സന്ദർഭങ്ങളിൽ കറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു അടുപ്പം, അതുകൊണ്ട് വായിക്കുന്നുണ്ട്, സ്ഥലങ്ങളോടുണ്ട്. അപ്പൊ ഈ നമ്മള് ചിലപ്പോൾ ഒരു കൊല്ലത്തിലൊരു 5-6 നല്ല പുസ്തകങ്ങളാവും വായിക്കണേ. പക്ഷെ ആ വായിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ സ്നേഹത്തോടെ വായിക്കുന്നുണ്ട്. നമുക്ക് ആരെയും മുമ്പിൽ ആളാവാനല്ല നമ്മൾ പുസ്തകം വായിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ എഴുതണ പോലും ഉണ്ടാവില്ല. നമ്മൾ വായിക്കുന്നത്, നമ്മൾ നോവലിസ്റ്റുകൾ അല്ലെങ്കിൽ കഥാകൃത്തുകൾ വായിക്കുന്നത് എങ്ങനെയാണ് ആ വിഷയം പരിചരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മളതിനെ നിരൂപണം ചെയ്യാനല്ല എഴുതുന്നത്, അല്ലെങ്കിൽ അതിന്റെ കുറവുകൾ മനസ്സിലാക്കാനല്ല. എങ്ങനെയാണ് ഒരു പ്രത്യേക ജീവിത സന്ദർഭത്തെ ഈ
മറ്റൊരു സ്ഥലത്തുള്ളൊരു മനുഷ്യൻ, ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ എത്രയോ പ്രതിഭകളായിട്ടുള്ള മനുഷ്യരെ കൈകാര്യം ചെയ്തിട്ടുള്ള എന്നുള്ളത് നോക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ വായിച്ചു വന്നതെന്നോ, അതുപോലെ നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ചില മനുഷ്യരെ കാണുന്നതുണ്ടല്ലോ, അവരോടുള്ള പരിചയം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഒരു 100 നോവൽ വായിക്കുന്ന പോലെ ആയിരിക്കും. കാരണം അവർ കടന്നുപോയ ഒരു ജീവിതം വലിയ, ചിലപ്പോൾ വെറും സാധാരണ മനുഷ്യരായിരിക്കും, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഗൗരവവും ആഴവും അവർക്ക് ഉണ്ടാവും. നമുക്ക് പക്ഷെ അത് തോന്നില്ല, പുറത്തുള്ളവർക്ക് ചിലപ്പോൾ തോന്നില്ല, ചിലപ്പോൾ ഒരു സന്ദർഭത്തിൽ നമുക്ക് തോന്നും. അങ്ങനെ ഇപ്പൊ ഒരു രസമുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ബോംബെയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് ഞങ്ങൾ 2-3 പേര് അവിടെ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു നല്ല സ്ഥലമായിരുന്നു. അപ്പൊ ഈ സമയത്ത് ഈ വളരെ പഴയൊരു സുഹൃത്ത്, ഗൾഫിലൊക്കെ ജോലി ചെയ്തിരുന്ന സുഹൃത്ത്, എൻ്റെ സുഹൃത്തിന്റെ സുഹൃത്താണ്, അദ്ദേഹം വന്നു. അന്ന് ഞങ്ങളെ, അവർക്കാണെങ്കിൽ ഹിന്ദി വളരെ നല്ലതാണ്, അയാൾ ബോംബെയിൽ കുറെ വർഷങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളെ ഇത്രയും ഞങ്ങൾ താമസിച്ച ആൾക്കാരെയൊക്കെ ഒന്ന് കൊണ്ട് പരിചയപ്പെടുത്താനൊക്കെ. എനിക്ക് രാവിലെ ഒരു രസം ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ വളരെ ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യനാണ്, കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയ ആള്. ഇപ്പൊ രാവിലെ ഞങ്ങൾ ചായ ഉണ്ടാക്കുക, ഞാൻ രാവിലെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കൾക്ക് ഇനി ഒരു ആഗ്രഹമുള്ളൂ. എന്താ പ്രത്യേകിച്ച് ആഗ്രഹം? ഒരു ആനയെ വാങ്ങണം, വീട്ടില് ഒരു ആനയെ കിട്ടുന്നത്. അപ്പൊ എനിക്ക് വളരെ ചിരി വന്നത്, ഒരു ആനയെ മേടിക്കലാണ് നമ്മൾ. പക്ഷെ അയാളുടെ ലൈഫ് ഞാൻ അങ്ങനെ പിന്നീട് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങേര് അതുപോലത്തെ വല്ല തിരസ്കാരങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ചെറുപ്പത്തില്. ആനയുള്ള അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ആഗ്രഹമായിരിക്കും അയാൾ നിൽക്കണം. ഇത് നമ്മളറിയാതെ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കും. ഇത് ചിലപ്പോൾ നമ്മൾ എഴുതും, ഇല്ലെങ്കിലും ആ മനുഷ്യരെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് തമാശയായിട്ട് എടുത്തെങ്കിലും ചിലപ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കാമല്ലോ. നോവലുകൾ, മലയാള നോവലുകൾ മാറുന്നൊരു സമയമാണ്. പലതരം നോവലുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ TP രാജീവൻ എഴുതിയ പലരുമാണിക്കുമാണ് മലയാള നോവലിന്റെ ഒരു മാറ്റത്തിന്റെ തുടക്കം എന്ന് പറയാം നമുക്ക്. ഇവിടുന്ന് ഒരുപാട് ട്രാൻസ്ലേഷനുകൾ പുറത്തേക്ക് പോകും. ഇപ്പം മീരയുടെ നോവലുകൾ, ബെന്യാമിന്റെ നോവലുകൾ, മീശ വന്നിട്ടുണ്ട്. ഇപ്പം BGMസിന്റെ നോവലുകൾ, തോമസിന്റെ വന്നിട്ടുണ്ട്. പെൻഗിനും ഹാർപ്പറും പോലുള്ള കമ്പനികൾ നമ്മുടെ നോവലുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയാം. അതുപോലെ എടുക്കുന്നുണ്ട്. ഇന്ന് ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്, നല്ല ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ജയശ്രീയെ പോലെയുള്ള, ഫാത്തിമ, ദേവിക ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകളാണ്, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു ലോക സാഹിത്യം വായിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ സാഹിത്യം എവിടെയാണ് നിൽക്കുന്നത് തോന്നുന്നു? നമ്മുടെ നോവലെടുത്ത് എവിടെ നിൽക്കുന്നു? നമ്മൾ ഈ ലോക സാഹിത്യം എപ്പോഴും നമ്മളെ ഒരു മാറി നിന്നുകൊണ്ട് പറയാം. അങ്ങനെ ഒരു പ്രശ്നം പലപ്പോഴും പല രചനകൾ ഇപ്പൊ പുറത്തുനിന്ന് നമ്മളെപ്പോഴും ആഘോഷിക്കപ്പെടുന്ന രചനകളെല്ലാം നല്ലതാണെന്ന് പരീക്ഷ തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമ്മുടെ വർക്കുകൾ, പിന്നെ ചില ഒരു കാര്യങ്ങൾ ഇപ്പൊ പറയും, ഖസാക്കിന്റെ ഇതിഹാസം വളരെ നല്ല നോവലാന്ന് നമുക്കറിയാം. പക്ഷെ ഇത് പുറത്തു പോയി നിൽക്കില്ല, അതിന്റെ ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ കാര്യങ്ങൾ. ചില വർക്കുകൾ നിൽക്കില്ല. ഇപ്പൊ ബഷീറിന്റെ ചില വർക്കുകൾ അതുകൊണ്ട് അത് മോശമാവുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ പുറത്തുനിന്നും അങ്ങനെ ചില വർക്കുകൾ ഉണ്ടായിരിക്കും, അവിടെ വരാൻ പറ്റാത്ത വർക്ക്. പക്ഷെ നമ്മുടെ ജീവിതം പറയുന്ന, ഇപ്പൊ തീർച്ചയായിട്ടും കഥകളിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, അതുകൊണ്ട് വളരെ മികച്ച കഥകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഘട്ടത്തില് കഥയിലേക്ക് ഒതുങ്ങാൻ ശ്രമിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രത്യേകിച്ച് ഒരു 80s നോവലുകളുടെ, ഇപ്പൊ M. മുകുന്ദന്റെയും മറ്റേ സേതുവിന്റെയും ഒക്കെ ഉള്ള കാലഘട്ടം, കുഞ്ഞബ്ദുള്ളയുടെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞിട്ട് മിക്കവാറും കഥയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കാൻ ശ്രമമാണ്. അതിൽ നിന്നൊരു മാറ്റം എനിക്കൊന്ന് 2000-ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ നോവലുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നോവലുകൾ കുറെ എഴുതപ്പെടും, ഇപ്പോഴും എഴുതപ്പെടുന്നുണ്ട്. അതിലെല്ലാ നോവലുകളും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഒരു ലജ്ജയോട് മാറി നിൽക്കേണ്ടതായിട്ടുള്ള നോവലുകളൊന്നല്ല പലതും. വളരെ നമുക്ക് പുറത്ത് നിൽക്കാവുന്ന, കാണിക്കാവുന്ന നോവലുകളാണ്. പക്ഷെ ആൾക്കാർ അപ്പോൾ പറയും, പൊതുവെ കൃഷ്ണനായരാണല്ലോ ഇപ്പൊ ഇതിന്റെ ഒരാള്, ആള് പറയും ലോക സാഹിത്യം. എന്നാലും ലോക സാഹിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഭാഷകളിലും അവിടുത്തെ അനേകം എഴുത്തുകാരിൽ നിന്നും അനേകം ഇങ്ങനെ വലിയ അരിപ്പുകളിലൂടെ കടന്നാണ് ഈ വലിയ പുസ്തകങ്ങളും അവാർഡുകളൊക്കെ വരും. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ നോവലുകളല്ലേ നമ്മൾ കിട്ടുന്നുള്ളൂ. അപ്പൊ അത് വെച്ച് നമ്മൾ നമ്മുടെ ഭാഷയിൽ ഇറങ്ങുന്ന, ഒരു കൊല്ലം ഇറങ്ങുന്ന ഒരു 50-100 നോവലുകൾ അങ്ങനെ താരതമ്യം ചെയ്യുന്നതിന്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് മികച്ച നോവലുകൾ ഉണ്ടാവുന്നുണ്ട്, ഇനിയും ഉണ്ടാവാലോ. ഇനി ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടുതലുണ്ടാവാം. പുതിയ ആളുകൾ വഴി ഇപ്പൊ നമ്മുടെ ജീവിതം, ഇപ്പൊ നമ്മള് ഒരു വിദേശിയുടെ ജീവിതം മാത്രമേ യഥാർത്ഥ ജീവിതമുള്ളൂ എന്ന് പറയണതിൽ അർത്ഥമില്ല. നമ്മളിപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ലോക സിനിമകൾ 10-30 കൊല്ലമായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് ചലച്ചിത്രമേളകളിൽ കാണുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന പല ചെറിയ രാജ്യങ്ങളിൽ പോലും ചില മികച്ച സിനിമകൾ വരുന്നുണ്ട്.
നമ്മുടെ കേരളത്തിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. ഉണ്ടാവും. ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ആളുകൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാം, അതൊന്നും അങ്ങനെയല്ല. നമുക്ക് എല്ലാത്തിനെയും തള്ളിക്കളയാം, അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ചില നാമ്പുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് ശരിയാണ്. പക്ഷെ എനിക്ക് നമ്മളിവിടെ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇവിടെ ഒരു രാഷ്ട്രീയ വായന മാത്രം നടക്കുന്ന സ്ഥലമായിട്ട് പല അതൊരു പ്രശ്നമുണ്ട്. ഭയങ്കര എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കഥ അല്ലെ നോവല് വന്നാല് വേറൊരു ടൂള് നമ്മുടെ ഈ പലപ്പോഴും ഇല്ല ഇതിനെ വായിക്കാൻ. ഇപ്പൊ തപോമയുടെ അച്ഛൻ എന്ന് പറഞ്ഞ പുസ്തകം, അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിയ ഷിനിലാലിന്റെ ഒരു പുസ്തകം ഇരു എന്ന് പറഞ്ഞ പുസ്തകം, അല്ലെങ്കിൽ വിനോദ് തോമസിന്റെ കുറ്റം എന്ന് പറഞ്ഞ പുസ്തകം, ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വായിച്ചിട്ടുള്ളത് എന്നൊരു നല്ല വായനക്കാരൻ മലയാളത്തിൽ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. വളരെ നല്ല വായനക്കാരുണ്ട്, അവർ നല്ല രീതിയിൽ വായിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ പുറത്തേക്ക് വരുന്ന നറേറ്റീവ്, അതായത് ഒരു നോവലിനെ കുറിച്ച് വരുന്ന എഴുത്ത് മുഴുവൻ ഒരു പൊളിറ്റിക്കൽ വായനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പലപ്പോഴും വരുന്നത്, അല്ലേ? അത് തീർച്ചയായിട്ടും അതൊരു വലിയ ദോഷം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പെരുമാറണം, അങ്ങനെ ചില ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കണം. ഈ രീതിയിൽ വേണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പെരുമാറുന്നേ ഇല്ല, ജീവിതത്തിൽ അങ്ങനെയില്ല. പക്ഷെ നമ്മൾ പൊളിറ്റിക്കലായിട്ട് വളരെ കൃത്യമായിരിക്കണം. ഈ സമയത്ത് കൃത്യമായ സമയത്ത് ബെല്ലടിച്ച പോലെ ഈ മുദ്രാവാക്യം വിളിച്ചിരിക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യും. അയാള് പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലാത്ത പല കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ചെയ്യും. അങ്ങനെയാണല്ലോ ഇപ്പൊ വലിയ ലോക സാഹിത്യം മുഴുവൻ തെറ്റുകളുടെയൊക്കെ ചില സമാഹാരം പോലെയാണ് പല കാര്യങ്ങൾ, അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വരുമ്പോ നമ്മൾ അതിനെ ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് നിൽക്കുന്നതോട് കൂടിയിട്ട് മനുഷ്യൻ സ്വയം സെൻസർ ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഒരു ഏറ്റവും എളുപ്പം എപ്പോഴും പറയാവുന്ന ഒരു ഉദാഹരണം പറയാം. ഹിഗ്ഗിറ്റ മലയാളത്തിലെ നാഴികക്കല്ലായിട്ടുള്ളൊരു കഥയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അതെ. അപ്പൊ ഈ കഥ വന്നു, നമ്മൾ വളരെ ആഘോഷത്തോടെ വായിച്ചു, ഒന്നല്ല പലതവണ വായിച്ചു, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഥയ്ക്കെതിരെ വന്ന നിരൂപണം അത് മോശമല്ലാത്ത നിരൂപണമാണ്. ടി അൻസാരി പറഞ്ഞ നിരൂപണം, ഞാനത് വിചാരിക്കുന്നത് വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു ആലോചന അതിൽ നടന്നിട്ടുണ്ട് ഈ കാര്യം. പക്ഷെ ഒരു കഥാകൃത്ത് പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, പിന്നെ കഥ എഴുതാൻ തയ്യാറാവുന്നവരൊക്കെ സെൽഫായിട്ടൊരു സെൻസറിങ്ങിന് വിധേയമാണ്. അതിൽ പ്രശ്നം എന്ന് പറഞ്ഞാല് അത് ഹിഗ്ഗിറ്റയുടെ ഒരു വായനാ സാധ്യത മാത്രമാണ്. അതെ, വേറെ ഒരുപാട് വായനാ സാധ്യതയുള്ള കൃതിയാണ് ഹിഗ്ഗിറ്റ. തീർച്ചയായിട്ടും ആണ്. നമ്മൾ ആ രീതിയിലാണ് നോവൽ വായിച്ചതും പിന്നീട് വായിക്കപ്പെട്ടതും. പക്ഷേ എഴുത്തുകാര് പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്ന് വിചാരിക്കുന്ന എഴുത്തുകാര്, അങ്ങനെ സ്വയം നിബന്ധന വെക്കുന്ന എഴുത്തുകാര് സ്വാഭാവികമായിട്ടും ഈ ഒരു പേര് വെക്കാനും ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ജാഗ്രതയോടെ ഇരിക്കും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അദൃശ്യമായിട്ടുള്ള ആരെയോ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ബ്ലാക്ക് മെയിലിന് വിധേയനായിട്ട് ഇരിക്കുന്നത് പോലെ ഉള്ള ഒരു പ്രശ്നമുണ്ട്. സമൂഹം പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തടത്തോളം കാലം എഴുത്തും അങ്ങനെ ആവില്ല. ഞാൻ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ ഇവിടെ നടക്കുന്ന വായനകളുണ്ടല്ലോ ഇപ്പൊ മുഴുവൻ രാഷ്ട്രീയം, അതായത് അത് മാത്രമേ ശ്രദ്ധയിൽപ്പെടുന്നുള്ളൂ. ഇപ്പൊ തപോമയുടെ അച്ഛൻ നമ്മൾ അഭയാർത്ഥി പ്രശ്നത്തിന് നോവലായിട്ടല്ലോ പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും അല്ല. അതൊരു പശ്ചാത്തലം മാത്രമാണ്. കുടിയേറ്റത്തിനും പറയുന്ന നോവലായിട്ടല്ലോ പറയുന്നത്. ഒരുപാട് വിഷയങ്ങൾ സൗന്ദര്യശാസ്ത്രപരമായ വായനയ്ക്ക് സാധ്യതയുള്ള കഥകളും നോവലുകളും ഇവിടെ വരുമ്പോൾ അതില് ഇപ്പൊ ഞാൻ പറയാം, സുന്ദരികളും സുന്ദരന്മാരും വേണമെങ്കിൽ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതല്ലല്ലോ കയറ് സർവേ. അതെ, അതല്ല. അങ്ങനെ അതൊക്കെ അതിന്റെ വളരെ ഒരു ചെറിയ വായനയാണ്. അത് പലപ്പോഴും എന്താ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കാഡമിക് സമൂഹത്തിന് ഇങ്ങനെ ചില കണ്ടെത്തലുകൾ വേണം. അവർക്ക് ബിരുദങ്ങളോ ഗവേഷണം നടത്താനൊക്കെ അത് തീർച്ചയായിട്ടും അതൊരു സാധ്യതയാണ്. പക്ഷെ ഇതിനപ്പുറത്ത് വേറെ രീതിയിലുള്ള ചില അത് വിശദീകരിക്കാനോ ആർക്കെങ്കിലും നമ്മളെ ചോദ്യം ചെയ്ത് നമുക്ക് അതിന് വിശദീകരിച്ച് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ട്രെയിൻഡ് അല്ല അതിന്. അതല്ല, നമ്മുടെ വായന വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില വായനകൾ, അതായത് ഈ അക്കാഡമിക് തലത്തിൽ നിന്നോ ഇതിനപ്പുറത്തുള്ള ചില വായനകൾ ഉണ്ടാവും. അതില് ഈ പറഞ്ഞ മുഴുവൻ രാഷ്ട്രീയം കൊണ്ടൊന്ന് വായിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ രചനകൾ നിൽക്കണമെന്നില്ല, തെറ്റായിട്ടുള്ള രചനകൾ നിൽക്കില്ല. എനിക്ക് പിന്നെ തോന്നുന്ന കാര്യം, ഇപ്പം മലയാളത്തിൽ ഇപ്പൊ ജനപ്രിയ നോവലുകളുടെ ഒരു തരംഗം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഒരുപാട് പുസ്തകങ്ങൾ റാം ഖറോഫാൻ, ഇത് പലപ്പോഴും ആൾക്കാര്, പ്രത്യേകിച്ചും നമ്മൾ പൊതുവെ നല്ല എഴുത്തുകാരെന്ന് പറഞ്ഞ് നിർത്തുന്ന എഴുത്തുകാർ, അങ്ങനെ നല്ല എഴുത്തുകാരൻ വിഭജിക്കേണ്ട കാര്യമൊന്നുമില്ല. പലപ്പോഴും ഇതൊരു മോശം കാര്യമാണെന്ന് പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ജനപ്രിയ എഴുത്ത് വരുന്ന ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരു സംഭവം നിൽക്കണമെങ്കിൽ വൈവിധ്യം എന്ന് പറഞ്ഞ കാര്യം തന്നെയല്ല. ഇപ്പൊ അങ്ങനത്തെ ഒരു രചന ചെയ്യുന്ന ദോഷം എന്താ? ഇപ്പൊ ഒരു രചന, ഇപ്പൊ ഈ പറഞ്ഞ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ലേ, അതൊരു 2 ലക്ഷം കോപ്പി അല്ലെങ്കിൽ 3 ലക്ഷം കോപ്പി പോയി നോക്കിയാ, അതുകൊണ്ട് ഇപ്പൊ എന്താ ഭാഷയ്ക്കുള്ളൊരു നഷ്ടം? കുറെ പേര് വായിക്കും. ഒന്നുമല്ല. തന്നെയല്ല, ഇവിടെ ഈ പറഞ്ഞ വാട്സപ്പ് ഫേസ്ബുക്കിലുള്ള മത വിദ്വേഷം നിറഞ്ഞ ചില പ്രസ്താവനകൾ, ഇതിനേക്കാളൊക്കെ എത്രയോ നല്ല കാര്യമല്ലേ ഇത്? എത്രയോ കാര്യം. അതിൽ നിന്നും ആളുകൾ മാറുന്നു. ഒരുപക്ഷെ ഈ പറഞ്ഞ 3 ലക്ഷം പേര് ഇവര് പറയുന്ന, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വിഭജനം ഉണ്ടായി,
വലിയ വിഖ്യാതമായ സാഹിത്യത്തിലേക്ക് നാളെ വരാലോ. അതെ അതെ അതുകൊണ്ട് എന്താ കുഴപ്പമൊന്നുമില്ല, അതൊന്നും തെറ്റൊന്നുമില്ല. അത് മാത്രം വായിച്ചുള്ളതും കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് ഒട്ടും ഒരു വേറെ രീതിയിൽ മനുഷ്യനെ വെറുക്കാനോ അല്ലെങ്കിൽ നാളെ പരസ്പരം വിദ്വേഷം പ്രകടിപ്പിക്കാനൊന്നും അവർ പറയുന്നില്ലല്ലോ. വേറെ രീതിയിൽ എനിക്കതൊരു തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. വരികയാണെങ്കിൽ നല്ലതല്ലേ, നാളെ വേറെ രീതിയിൽ കുട്ടികൾ ഇത് വായിക്കുന്നു. നിലവാരത്തെ നിർണ്ണയിക്കാൻ നമ്മളാരുമില്ല, അതെങ്ങനെ വായിക്കട്ടെ. പക്ഷെ അതൊരു കുട്ടികൾ ബൈബിളിൽ പറഞ്ഞല്ലേ വിധിക്കരുതെന്നു, നിങ്ങൾ വിധിക്കപ്പെടും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിധിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. അത് പുസ്തക വായന അത് ഉത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ ഇതൊക്കെ വായിച്ചിട്ടില്ലേ? ഈ പറഞ്ഞ കൊട്ടയമുഷ്വാനങ്ങളും ആഘോഷത്തോടെ വായിച്ചിട്ടില്ലേ? അതൊക്കെ പിന്നീട് ഇപ്പൊ ചിലപ്പോ നമുക്ക് വായിക്കണം തോന്നാറുണ്ട്. പഴയ കാലമൊക്കെ ഒന്ന് ആലോചിക്കാനായിട്ട്. അതൊന്നും തെറ്റൊന്നുമില്ല. അത് പിന്നെ പിന്നെ ഞാൻ ആലോചിച്ച് നോക്കണ്ടേ, പണ്ടുള്ള കാലത്ത് വിനോദോ ഉപാധികൾ പലതും ഇല്ലാതിരുന്നോണ്ട് അന്ന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വായനകളിലേക്ക് വന്ന് ഇന്നിപ്പോ അത് നടക്കുന്നുണ്ട്. അത് സീരിയലായിട്ടോ ഈ പറഞ്ഞ കൊച്ചു കൊച്ചു TV എപ്പിസോഡുകളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഈ അക്ഷരങ്ങളിലേക്ക് വേറെ രീതിയിൽ തിരിച്ചു വരാനുണ്ട്. തെറ്റൊന്നും പറയില്ല. നമ്മൾ അതിനെ പറ്റിയൊന്നും ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും ഈ സാംസ്കാരിക സമ്മേളനങ്ങൾക്കും ഈ മലയാള ദിനത്തിനും ഒക്കെ എല്ലാവരും വരുന്നത് മൈക്കിൽ കൂടെ പറയാറുണ്ട്, വായന മരിക്കുന്നു, രക്ഷയില്ല, പുതിയ തലമുറ വായിക്കുന്നില്ല. കുറെയൊക്കെ ശരിയുണ്ട് അതിനകത്ത്. കാരണം രസം ഇതല്ലാതായി മാറി, കറക്റ്റാണ്. പക്ഷെ അതേസമയം തന്നെ ഈ വായന പുതിയ രീതിയിലോട്ട് വരുന്നില്ലേ? പിന്നെ കിൻഡിൽ വരുന്നുണ്ട്. പിന്നെ മലയാള സാഹിത്യത്തിലുപരി പുറത്തുള്ള സാഹിത്യം പുതിയ കുട്ടികൾ വായിക്കുന്നുണ്ട്. പുറത്തുള്ള മ്യൂസിക് അവർ കേൾക്കുന്നുണ്ട്. അങ്ങനെ പുതിയ തലമുറ വേറൊരു രീതിയിലല്ലേ, വളരെ അപ്ഡേറ്റഡ് അവര്. നമ്മളൊന്നും അവരുടെ മുമ്പിലൊന്നുമല്ല. ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞു നോക്കും. അതെ അതെ, ഇവര് ലോകത്തിലെ ഏറ്റവും പുതിയ സിനിമകളും ട്രെൻഡുകളും മനസ്സിലായിട്ടുള്ള ആൾക്കാർ. അതിപ്പോ ഫീച്ചർ സിനിമയല്ല, ഡോക്യുമെന്ററികൾ. ഈ കാര്യങ്ങളൊക്കെ അവര് വിപ്ലവകരമായിട്ടുള്ള മാറ്റം നടക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് വായിക്കുന്ന കുട്ടികൾ അക്കാര്യത്തിൽ നമ്മുടെ തലമുറക്കാരും വളരെ മുന്നിലാണ്. അതെ അതെ, അവര് വളരെ ഏറ്റവും പുതിയ സാധനങ്ങൾ കിട്ടുന്നില്ല. സാധനം ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ലഭ്യത കൂടുന്നതിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, നമ്മള് ചെറുപ്പത്തിൽ ഒരു പുസ്തകം കിട്ടുന്നത് അത് വായിക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ ചിലപ്പോ അലമാരിൽ വായിക്കാതെ 100 പുസ്തകം ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയല്ലേ. പിന്നെ ഫോക്കസ് കുറഞ്ഞുകൊണ്ട് ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ ഇന്റർനെറ്റിലൊക്കെ വായിക്കുമ്പോ എപ്പോഴാ 3 മിനിറ്റ് റീഡ് എന്നൊക്കെ പറഞ്ഞ് കാണില്ലേ, ആ ഒരു ചില പ്രശ്നങ്ങൾ. പക്ഷെ എന്നാലും ഞാനിപ്പോ പറയാലോ, ഇപ്പൊ എനിക്കറിയാവുന്ന കുട്ടികൾ പലരും ദീർഘമായ നോവലുകൾ വായിക്കുന്നവരുണ്ട്. വായിക്കുന്നത് ചിലപ്പോൾ അവരുടെ ഒരു അഡൽട്ട് ഫിക്ഷൻ ആയിരിക്കാം, ജുവനൈൽ ഫിക്ഷൻ ആയിരിക്കാം. പക്ഷെ അവർ പതുക്കെ മാറും. 400-500 പേജ് വായിക്കുന്ന കുട്ടികളെ ഞാൻ എത്ര വേണമെങ്കിൽ കാണിച്ചു തരാം കൂടെ ഉള്ളത്. ഇപ്പൊ എന്റെ മകളൊരു ഉദാഹരണം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരു 20-25 വർഷം മുമ്പ് അന്ന് നമ്മൾ വായിക്കുമായിരുന്നു, എഴുതുമായിരുന്നു. അന്ന് പറഞ്ഞു കിട്ടുന്ന കാര്യം, ഇനി ചെറിയ ചെറിയ കൃതികൾ ഉണ്ടാകുന്നു, ചെറിയ നോവലുകൾ, ചെറിയ ഇത് ലോകം ചിതറിപ്പോകുന്നു എന്നൊക്കെ ഒരു പറച്ചിലൊക്കെയാണ്. പക്ഷെ അത്ഭുതകരമായിട്ട് ഇപ്പം ഇത്രയും വർഷത്തിന് ശേഷം വലിയ നോവലുകൾ വരുന്നു. 3,500 പേരുള്ള വലിയ നോവൽ സെപ്റ്റോളജി വരുന്നു. അങ്ങനത്തെ വലിയ നോവലുകൾ വരുന്നു. അതേപോലെ തന്നെ സിനിമയിലോട്ട് വന്നാല് എന്താ പറയുന്നത്, വലിയ സീരീസ് അത്ഭുതകരമാണ്. വൈക്കിംഗ് എന്ന് പറഞ്ഞ വെബ് സീരീസ് 6 സീസൺ, ഒരു സീസൺ 20 എപ്പിസോഡിൽ 6 സീസൺ. അതിങ്ങനെ ആൾക്കാർ കാണുന്നു. അതായത് ആസ്വാദനം നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ചെതറിപ്പോയില്ല. വലിയ ആഖ്യാനങ്ങളിലോട്ട് മനുഷ്യർ പിന്നെ തിരിച്ചു വന്നു. ഈ സൈദ്ധാന്തികതയ്ക്കെതിരെയുള്ള ഒരു കലാപമാണ് ജീവിതം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ തിയറി വെച്ച് മനുഷ്യനെ ചുരുക്കാനുള്ള ശ്രമമുണ്ട് മനുഷ്യ ജീവിതത്തെ. അതൊന്നും അത്ര ഈസി ഒന്നുമല്ല. കാരണം ഓരോ ആംഗിളിൽ നിന്ന് തന്നെ അവർക്ക് ക്യാമറ എടുക്കുള്ളൂ. ജീവിതം അതിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ പോകും. ഇപ്പൊ ഏറ്റവും വലിയ നമ്മളൊക്കെ തുടങ്ങുന്ന കാലത്ത് ബൃഹദാഖ്യാനങ്ങളുടെ കാലം കഴിഞ്ഞു, ഗ്രാൻഡ് നറേറ്റീവിന്റെ കാലം കഴിഞ്ഞു. പിന്നെ നോവലുകൾ, ഗുണദോഷമാവട്ടെ, നോവലുകൾ വളരെ ശക്തമായിട്ട് വരികയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മാറി. നമ്മുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ചെറുകഥയേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പുതിയ തലമുറ നോവലിലേക്കാണ്. അവരതിൽ വരുന്നു. അതിനൊരു സ്വാതന്ത്ര്യമുണ്ട്. ബുക്കായിട്ട് വന്നാൽ മതിയില്ല, മറ്റുള്ള പോലെ അങ്ങനെ. കഥാഖ്യാനം പറഞ്ഞാൽ അവരുദ്ദേശിച്ചത് അത് വേറെ തലത്തിലൂടെ ഉണ്ട്, മാർക്സിസം പോലെ. പക്ഷെ അതോടൊപ്പം അല്ല, ഈ നോവലിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നെ അവർ പറയുന്ന ഒരു കാര്യം ഈ നമ്മുടെ കലയുടെ കൂടെ കാര്യമായിരുന്നു. കാര്യത്തിൽ അത് തെറ്റാണെന്ന് തോന്നുന്നു അല്ലേ? അത് തന്നെയാണ് ആയിരിക്കും. ഇപ്പൊ ഈ തന്നെയല്ല, ഇപ്പൊ പഴയ ടൂള് വെച്ചിട്ട്, നമ്മളൊരു 19ാം നൂറ്റാണ്ടിലെ ടൂള് വെച്ചിട്ട് നമുക്ക് ഈ ലോകത്തെ അസസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഒരു 10-30 കൊല്ലത്തെ സാങ്കേതിക വളർച്ച എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ 1851 മറ്റേ ലോകത്തിലെ ഏറ്റവും വലിയൊരു സയന്റിഫിക് പ്രദർശനം, സയൻസിന്റെ ഒരു എക്സിബിഷൻ ലണ്ടനിൽ നടക്കും. മാർക്സ് ഒക്കെ ഒന്ന് കാണുന്നുണ്ട്. അപ്പൊ അന്ന്
അത്ഭുതകരമായിട്ട് നമ്മുടെ തിരുവിതാംകൂർ രാജ്യം എനിക്ക് തോന്നുന്ന ഈ ഒരു സിംഹാസനം എന്താ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആ കാലമൊക്കെ മാറി. അതൊക്കെ ഇന്നിപ്പോൾ നമുക്കിത് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ മൊബൈലിൽ ഇല്ലാത്ത ഒരു സാങ്കേതിക വിദ്യ ഇപ്പം ഇന്നില്ല. ബാങ്കും ഒക്കെ ആയിട്ട് നമ്മളൊരു ഓരോ മനുഷ്യനും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു നമുക്ക് നമ്മൾ ഈ പറയുന്ന നമ്മുടെ തിയറികൾക്കൊക്കെ അപ്പുറത്തുള്ള വലിയ വിപുലമായ രീതിയിൽ സാങ്കേതിക വിദ്യയും സയൻസും അതിനോടൊപ്പം ജീവിതം മാറുന്നു. അതിനകത്ത് എനിക്ക് തോന്നിയൊരു തമാശ, എന്നാൽ ഒരാൾ എന്നോട് പറഞ്ഞ ഒരുപാട് സയൻസ് ഫിക്ഷനുകൾ ഉണ്ടായിരുന്നു. ആരും ഇന്റർനെറ്റ് വിഭാവനം ചെയ്തിട്ടില്ല, സ്വപ്നത്തിൽ പോലും ഇത് കണ്ടില്ല. ചന്ദ്രനിൽ പോകുന്നത് കണ്ടു. അതുപോലെ മനുഷ്യനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഇല്ല, ഇത് ഇനിയുള്ള കാലത്തും ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാം. ഇപ്പൊ ഈ 2 കൊല്ലം മുമ്പല്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ ChatGPT ഒക്കെ വന്നത്. അത് ലോകത്തൊക്കെ മാറ്റിമറിച്ചു. ഇനി നമ്മൾ ആകെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഉണ്ടാവും.